ഇന്നത്തെ വചനത്തിനായി ദൈവം എനിക്ക് നൽകി തന്ന വചനം സങ്കീർത്തനങ്ങൾ 81 അധ്യായമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 81 നമുക്കൊക്കെയും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. 81 സങ്കീർത്തനം. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധി ഇരുന്നപ്പോൾ കർത്താവെ വചനം ഏത് വചനത്തിൽ നിന്ന് പറയണമെന്ന് ചോദിച്ചു. കർത്താവ് ചോദിച്ചപ്പോൾ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എന്റെ ജീവിതവുമായിട്ട് ഈ വചനത്തിന് നല്ല ബന്ധമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്റെ സാക്ഷ്യവും വചനങ്ങളും ഒരുമിച്ചായിരിക്കും ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമായി, ഈ നമ്മൾ ദൈവദാസന്മാരൊക്കെ വചനങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് വചനം കേൾക്കാൻ. എന്നാൽ ആ ദൈവദാസന്മാർ അവരുടെ അനുഭവങ്ങളും കൂടെ കൂട്ടി പറയുമ്പോഴേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. കാരണം പ്രസംഗിക്കാൻ എളുപ്പമാണ്, നമുക്ക് ഒരു പ്രസംഗം തയ്യാറാക്കാൻ, പ്രത്യേകിച്ച് ഇന്ന് AI ഒക്കെ കാലഘട്ടം അല്ലെ, ഒരു പ്രസംഗം അങ്ങോട്ട് കൊടുത്താൽ നല്ല വൃത്തിക്ക് ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് കൈ കിട്ടും. പക്ഷേ മെസ്സേജിനകത്തല്ല കാര്യം, പകരം അത് അവരുടെ അനുഭവത്തിൽ എന്തായിരുന്നു അത് ചെയ്തതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഓർത്തിട്ടുണ്ട്, കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു, അല്ലെങ്കിൽ കുരുടന് കാഴ്ച കൊടുത്തു എന്നൊക്കെ. അപ്പൊ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവ് ഇന്നും കർത്താവ് അതൊക്കെ ചെയ്യുമോ? ഹല്ലേലൂയ. എന്നാൽ ചെയ്യുമെന്ന് എന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഈ കർത്താവിനെ വിശ്വാസം വർദ്ധിക്കാനിടയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് എന്റെ ജീവിതത്തിൽ ഈ വചനമൊക്കെ ഒന്ന് അനുഭവമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ വചനത്തിലേക്ക് നമ്മൾക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവേൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവദാസൻ പ്രാരംഭത്തിൽ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു, പ്രിയ ദൈവദാസൻ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ വർഷിപ്പ് ലീഡ് ചെയ്തപ്പം പ്രിയ ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ആരാധിക്കണം. അതിന് കാരണമൊന്നും വേണ്ട ആരാധിക്കാൻ. സന്തോഷം വരുമ്പോൾ ആരാധിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ? ഹല്ലേലൂയ. എല്ലാം ഫേവറബിൾ ആയിരിക്കുമ്പോൾ നമുക്ക് ആരാധിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കാര്യങ്ങൾ നമുക്ക് എതിരാകുമ്പോൾ നമുക്ക് 100 ചോദ്യങ്ങളേ ഉള്ളൂ ദൈവസന്നിധി. കർത്താവ് എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ ഇങ്ങനെ? അപ്പൊ ആരാധിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്നാൽ ഇവിടെ ദൈവാത്മാവ് നമ്മളോട് പറയുക, നിങ്ങൾ ആർപ്പിട്ടോണം, നിങ്ങൾ സന്തോഷിച്ചോണം. എന്തിനാ? കാരണം കർത്താവ് ഇന്നത്തെ കഷ്ടതകളെ മാറ്റി അതിനൊരു മറുപടി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികൾക്കും അപ്പുറം ഒരു മറുപടി വെച്ചിട്ടാ നമുക്ക് ഒരു ടെസ്റ്റ് തരുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റിന്റെ ടൈം ആയിരുന്നു. ഹല്ലേലൂയ. ഞാൻ തന്നെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ അങ്ങ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്താ? അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നവരാണ് ഇന്ന് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില കഷ്ടതയുടെ നടുവിൽ നമ്മളെ ഇട്ടിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കും, അവിടെ ഉണ്ടോ, കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഒരു മറുപടിയും കിട്ടത്തില്ല. ഭയങ്കര സൈലൻസാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സമയം ഈ സൈലൻസാണ്. ദൈവം എന്നോട് എന്തെങ്കിലും ഒന്ന് പറ, ഞാൻ ഈ കഷ്ടതയിൽ കൂടെ പോകുന്നതിന്റെ റീസൺ എന്തെങ്കിലും എന്നോടൊന്ന് പറയുവാണെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട്. പക്ഷെ ഇതൊന്നും മിണ്ടാതിരിക്കുമ്പോൾ കർത്താവ് ഇതെന്തോ? ഞാൻ കഴിഞ്ഞ ഒരു വർഷം ആ ചോദ്യം ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു മറുപടി ഞാൻ ആദ്യം തന്നെ അങ്ങ് പറയുക ദൂതായിട്ട്. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ ദൂത് ഇതാണ്: നീ ഇപ്പൊ ഒരു എക്സാം എഴുതാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു, ആൻസർ ഷീറ്റ് നിന്റെ കയ്യിലുണ്ട്, നീ എഴുതാൻ പോവാ. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സ്റ്റുഡന്റിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ അധ്യാപകൻ പിന്നെ സ്റ്റുഡന്റുമായിട്ട് ഒരു കോൺവെർസേഷനും ഇല്ല. ഒരു ടൈം ഉണ്ട്, ആ ടൈമിൽ എക്സാം എഴുതി തീരുന്നിടം വരെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരു അധ്യാപികയായിരുന്നു ഒരു 8 വർഷക്കാലം. അതുകൊണ്ട് എനിക്കറിയാം, നമ്മൾക്ക് എത്ര ഇഷ്ടമുള്ള സ്റ്റുഡന്റ് ആ ക്ലാസ്സിൽ ഉണ്ടെങ്കിലും, നമ്മൾക്ക് ഭയങ്കര ഫേവർ ഉള്ള സ്റ്റുഡന്റ് ഉണ്ടെങ്കിലും, ആ സ്റ്റുഡന്റ് അറിയാത്ത ക്വസ്റ്റ്യൻ ഒക്കെ കാണും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ നഴ്സിംഗ് പഠിപ്പിക്കുമ്പോൾ ഈ ചില പിള്ളേരൊക്കെ ഉണ്ട്, ഞാൻ പഠിപ്പിച്ച ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ വന്നെങ്കിൽ ആ ക്വസ്റ്റ്യനെ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് നോക്കും. എന്ന് വെച്ചാൽ വല്ല ക്ലൂ ഉണ്ടോ ഒന്ന് പറഞ്ഞു തരാമെന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. മനസ്സിലായോ? എക്സാം തുടങ്ങുന്ന ടൈം തൊട്ട് തീരുന്ന ബെല്ലടിക്കുന്ന ടൈം വരെ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് ആ ക്ലാസ്സിൽ സംസാരിക്കാൻ അനുവാദമില്ല. അത് ഇതുപോലെ കർത്താവ് ടെസ്റ്റ് പേപ്പറിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ തന്ന ആൻസർ ഷീറ്റ് നമ്മൾ എഴുതണം. 2, അവിടെ പിന്നെ ദൈവം മിണ്ടത്തില്ല. ദൈവം മിണ്ടുന്ന എപ്പോഴാണെന്നറിയോ? ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ടീച്ചേഴ്സ് വന്ന് മിണ്ടുന്ന കണ്ടിട്ടുണ്ടോ? നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയും ഇവിടെ ഇന്നതായിരുന്നു ആൻസർ, പക്ഷെ നീ ഇങ്ങനെ എഴുതി. നമ്മുടെ കുറവുകളൊക്കെ നമുക്ക് പറഞ്ഞു തരും ഇല്ലേ? ഇതുപോലെ കർത്താവ് മൗനമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക നിങ്ങൾ. ആ ടെസ്റ്റിന്റെ സമയത്ത് ദൈവം മിണ്ടത്തില്ല. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ ഫെയിൽ ആയി പോകുമെന്നുള്ളതല്ല, കർത്താവിന്റെ സാന്നിധ്യം കൂടിയുണ്ട്. ആ ഹോളിൽ ഏതെങ്കിലും അധ്യാപകർ ഇറങ്ങി പോകുന്ന കണ്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ഇല്ലല്ലേ? ഇടയ്ക്ക് കണ്ടിട്ടുണ്ടോ? അധ്യാപകര് എക്സാം എഴുതുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്തൊന്ന് വന്ന് നിൽക്കും അല്ലേ? നമ്മൾ എഴുതുന്നത് കറക്റ്റ് ആണോ എന്ന് അടുത്ത് വന്ന് നിൽക്കും. അപ്പൊ ചിലർക്കൊരു വെപ്രാളമുണ്ട്. കാരണം ഈ അധ്യാപകൻ പഠിപ്പിച്ച ടോപ്പിക് ആണെങ്കിൽ എഴുതുന്നത് കറക്റ്റ് ആണോ എന്നറിയാം അധ്യാപകൻ അറിയാം. അപ്പൊ നമ്മളൊന്ന് പേടിച്ച് ഇങ്ങനെ നോക്കിയൊക്കെ എക്സാം എഴുതുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കുണ്ട് ഈ എക്സ്പീരിയൻസ് ഒക്കെ. ടീച്ചേഴ്സ് അടുത്ത് വരുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് അല്ലേ? ഇതുപോലെ കർത്താവ് ചില സമയത്തൊക്കെ നമ്മുടെ അടുക്കലൊക്കെ ഒന്ന് വന്ന് നിൽക്കും. ചില സമയത്ത് നമുക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കർത്താവ് ഒരു ആൻസറും പറയാതിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം കർത്താവ് നിങ്ങളെ ത്യജിച്ചു അല്ലെ തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ല. കർത്താവ് നോക്കുക, ഈ പരീക്ഷയിൽ നീ എങ്ങനെയാ പെർഫോം ചെയ്യുന്നത്. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരീക്ഷാ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവ് എക്സാം ഹോളിന് പുറത്തല്ല, എക്സാം ഹോളിനകത്തുണ്ട്, നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ ഏൽപ്പിച്ച ടെസ്റ്റ് വൃത്തിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അത് എഴുതി തീർക്കാൻ നോക്കണം.
മനസ്സിലായോ? അതെങ്ങനെ എഴുതാൻ പറ്റുന്നെന്നുള്ളതാണ് ഇന്ന് വചനത്തിൽ കൂടെ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതത്തിൽ അത് എങ്ങനെയായി തീർന്നു എന്ന് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ കൂടെ പറയാം. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം നന്മയ്ക്കാം. എല്ലാം നന്മയ്ക്കാം. ചില വാക്തത്വങ്ങളും ഡിലേ ആകുന്നതിനും അതിന്റെ പിന്നിൽ ഒരു നന്മയുണ്ട്. നമുക്ക് പലപ്പോഴും അത് കാണാൻ കഴിയത്തില്ല. എന്നാൽ ചില വാക്തത്വങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകി തരുമ്പോൾ ഇത് എപ്പം നടക്കുമെന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ കണ്ണടച്ച് മുമ്പോട്ട് പോവുക, അല്ലെ? അപ്പോൾ ഈ വാക്തത്വമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിനെ എങ്ങനെ നമ്മൾ സമീപിക്കണം, എങ്ങനെ വാക്തത്വ നിവർത്തീകരണം പ്രാപിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അത് നിങ്ങൾ ഭൗതികമായ രീതി തന്നെ എടുക്കരുത്. ഞാൻ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൂടെ കൂട്ടിയാ പറയുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകൾക്ക് ഇരിക്കുന്ന നമ്മുടെ ഭൗതിക നന്മകളാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. എന്നാൽ ആദ്യം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ നമ്മളൊന്ന് ചിന്തിക്കണം. കർത്താവെ, ചില നന്മകൾ ദൈവം ഡിലേ ചെയ്യുന്നത് നിങ്ങൾ ആകേണ്ടതുപോലെ ദൈവസന്നിധിയിൽ ആകാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? ചിലര് ദൈവസന്നിധി വരുന്ന ഭൗതിക നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഭൗതിക നന്മ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളുടെ വിവാഹമായിരിക്കാം, മക്കളുടെ പഠനമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക നന്മകളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കടമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല മാറും. പിന്നെ നമുക്ക് കർത്താവിനെ വേണ്ട, കുറച്ച് നാളത്തേക്കിന് പിന്നെ നമ്മുടെ ഇഷ്ടമാണ്. കർത്താവിന് അത് അറിയാം. അപ്പൊ എന്ത് ചെയ്യുന്നത്? ചില വാക്തത്വങ്ങൾ കർത്താവ് അങ്ങനെ ഉടനെ അങ്ങോട്ട് തരത്തില്ല. കുറച്ച് കഷ്ടതയെ കൂടെ കടത്തി വിട്ട് അതെങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു കാര്യം നേടുന്നതും വെറുതെ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലത് ദൈവം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തരത്തില്ല. അത് എന്തിനു കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വില പഠിപ്പിക്കാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായി പൗർണമാസിയിലും കാഹളം ഊതുവീൻ. ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിന് ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകും. ദൈവം നമുക്ക് തന്നൊരു പ്രമാണമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ എപ്പോഴും കാഹളം ഊതുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ എന്താ? കാഹളം ഇസ്രായേൽ ജനങ്ങൾ ഊതിയിരുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, യുദ്ധത്തിന് വേണ്ടി എടുപ്പിക്കാൻ ജനത്തെ, അതിന് കാഹളം ഊതും. 2, ജയം കിട്ടിക്കഴിയുമ്പോൾ കാഹളം ഊതും, ജയത്തിന്റെ കാഹളം, ഇല്ലേ? പിന്നെ യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി തന്റെ ജനത്തെ കൂട്ടിവരുത്തുമ്പോൾ, മോശ ജനത്തെ പാളയത്തിന് കൂട്ടിവരുത്തുമ്പോൾ കാഹളം ഊതും. ഇങ്ങനെ പല പർപ്പസ് ഉണ്ട് കാഹളം ഊതാൻ. പുതിയ നിയമസഭയ്ക്ക് നമുക്ക് ദൈവം കാഹളം ഊതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഉറക്ക ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും നമുക്ക് പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന കാഹളം. അത് എപ്പോഴൊക്കെ ഊതണമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? സന്തോഷമുള്ളപ്പോഴല്ല, സൂം മീറ്റിംഗിൽ ഒരാൾ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ കൂടെ ആരാധിക്കുന്നതല്ല. പകരം അമാവാസിയിലും പൗർണമാസിയിലും എല്ലാ സമയത്തും നമ്മൾ കാഹളം ഊതണം. എങ്ങനെയാ? സന്തോഷം വരുമ്പോഴും നിങ്ങൾ ആരാധിക്കണം, ദുഃഖം വരുമ്പോഴും ആരാധിക്കണം. സിസ്റ്ററെ, അത് ഇച്ചിരി പാടാ. കഷ്ടത വരുമ്പോൾ എനിക്ക് ആരാധിക്കാൻ പോയിട്ട് സ്തോത്രം പോലും എന്റെ വായി വരത്തില്ല. ശരിയാ, വരത്തില്ല. പക്ഷെ കർത്താവ് എന്താ ചെയ്യുന്നറിയോ? ആ കഷ്ടതയെ സ്തോത്രം പറയിപ്പിക്കാൻ പഠിപ്പിക്കും നമ്മളെ. ഹല്ലേലൂയ. നമ്മള് പാട്ടൊക്കെ പാടും, കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ട് ആടുവാൻ എന്നൊക്കെ പാട്ട് പാടും. പക്ഷെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നഷ്ടം വരുമ്പോൾ നമുക്ക് പാട്ട് പാടാൻ പറ്റുമോ? കഷ്ടത വരുമ്പോൾ പാട്ട് പാടാൻ പറ്റുമോ? നമുക്ക് 100 ചോദ്യങ്ങളില്ലേ ദൈവസന്നിധി. എന്ന കർത്താവ് പറയുക, കാഹളം ഊതേണ്ട സമയത്ത് നിങ്ങൾ കാഹളം ഊതണം. ഹല്ലേലൂയ. കഷ്ടതയുടെ ഏറ്റവും കൊടിയ സമയത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും അപ്പോഴും നിങ്ങൾ ആരാധിക്കാൻ മടി കാണിക്കരുത്. ഹല്ലേലൂയ. എന്തിനാ ആരാധിക്കുന്നത് അറിയോ? ബിക്കോസ് അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. കർത്താവ് വിക്ടറി തരുമെന്ന് ഉറപ്പുണ്ടാവണം. കാഹളം ഊതുന്ന 3 തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ. 1, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ കാഹളം ഊതും. 2, വിക്ടറി കിട്ടിക്കഴിഞ്ഞ് കാഹളം ഊതും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ആരാധന, ഹല്ലേലൂയ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത് പോലെ നമ്മൾ ആരാധിക്കണം. അതായത് ചില വിഷയങ്ങൾ നമുക്കറിയാം, ഇതൊരു ശത്രുവിന്റെ പോരാണ്, ശത്രു നമ്മളെ വളഞ്ഞിരിക്കുകയാണ്, ശത്രു നമ്മളെ പല രീതിയിൽ എന്താ പറയുക പോരാടുവാണ്, ശത്രുവിന്റെ തന്ത്രങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചോണം, ശക്തമായിട്ട് കാഹളം ഊതിക്കണം. അങ്ങനെ ഊതുമ്പോൾ എന്ത് പറ്റുന്നറിയോ? നിങ്ങൾക്ക് ശത്രുവിന്റെ മേൽ ദൈവം ജയം നൽകി തരും. ഹല്ലേലൂയ. ഇങ്ങനെ ജയം നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾക്ക് ദൈവം ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 6-ാം വാക്യത്തിൽ എന്താണെന്നറിയോ? ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവന്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ചുമടിനെ ദൈവം അങ്ങ് മാറ്റും. എന്തോ ഈ ചുമട്? ഇന്ന് ഇവിടെ മീറ്റിംഗ് വന്നിരിക്കുന്ന ആരെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് ഒരു ചുമടും ഇല്ല സിസ്റ്റർ, എനിക്ക് ഒരു വിഷയവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണും, ഇല്ലേ? എന്നാൽ ഈ വിഷയങ്ങളുമായി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആരാധിക്കുമ്പോൾ ഈ ചുമടുകൾ ഒക്കെ കർത്താവ് മാറ്റിത്തരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ചുമട് കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. തോളെ ചുമടിരിക്കുക, ഇത്ര ഭാരമുള്ള ഒരു ചുമട് വെച്ചുകൊണ്ട് നിങ്ങൾ നടക്കുക, എങ്ങനെയിരിക്കും? ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കാൻ, ഇല്ലേ? ചിലരെ കണ്ടിട്ടുണ്ട് വളരെ ദുഃഖത്തിൽ, കഷ്ടതയുടെ നെടുവീർപ്പിന് അല്ലെങ്കിൽ മുമ്പോട്ട് ഒരു ചാൻസ് ഇല്ലാതിരിക്കുമ്പം നമ്മൾ അവരോട് പറയാം, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് പാടാമോ, ഒരു പാട്ട് പാടാമോ സൂമി കയറി? ഓ പാസ്റ്റർ, എന്നെ കൊണ്ട് പറ്റത്തില്ല പാസ്റ്റർ, എനിക്ക് ഒരു വാക്ക് പോലും ഇപ്പൊ വാഗുകൊണ്ടൊന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അതെന്തുവാ? അയ്യോ, എന്റെ മോന്റെ കാര്യം ഓർത്ത്, എന്റെ മോടെ കാര്യം ഓർത്തിട്ട്, വീട്ടിലെ കാര്യം ഓർത്തിട്ട്, കടബാധ്യത ഓർത്തിട്ട് പാസ്റ്ററെ എനിക്ക് പറ്റുന്നില്ല പാസ്റ്ററെ. എന്നാൽ ദൈവവൈതലെ, ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുക, ചുമട്
തോളിലിരിക്കുമ്പോഴും നിനക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങളൊന്ന് മനസ്സ് വെച്ച കർത്താവ് പറയുക, ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളുടെ തോളിൽ നിന്ന് ചുമടിനെ നീക്കിത്തരും. 2 പറയും, അവന്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. ഞാനൊന്ന് ഓർക്ക് വരുന്നു, തോളിൽ ചുമട്, കയ്യിൽ കൊട്ട. ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. മനസ്സിലാകുന്നുണ്ടോ? ചിലരുടെ തോളിൽ നിന്ന് കൊട്ട വിട്ട് ചുമട് മാറ്റിയാലും ചിലരുണ്ട്, കർത്താവ് ഇനിയുണ്ട് കേട്ടോ പ്രശ്നം, ഞാൻ അത് പറയാൻ മറന്നുപോയി, തോളിലല്ലേ മാറ്റിയുള്ളൂ, ഇനി കയ്യിൽ വേറെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. കർത്താവ് പറയാ, ആരാധിച്ചാൽ ഇത് 2 ഒഴി. മനസ്സിലാവുന്നുണ്ടോ? അതിനെ കർത്താവ് നമ്മളോട് കൈ അടിച്ച് ആരാധിക്കാൻ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? കൈ അടിച്ച് ആരാധിച്ചാൽ തന്നെ നമുക്കൊരു വിടുതലില്ല. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തി, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ മമ്മി എപ്പോഴും പറയും, മോനെ ആത്മാവിൽ ആരാധിച്ചോണം, ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. കഴിഞ്ഞ എന്റെ പ്രഗ്നൻസിയുടെ ഹോൾ ജേർണിയിൽ ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. എന്നെ ദൈവം അങ്ങനെ ഒരു ട്രെയിനിങ്ങിലേക്ക് നയിക്കുവാൻ ഇടയായിരുന്നു. ഞാനും മടുത്തു പോയ അവസരങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പ്രാർത്ഥിക്കാൻ മടുപ്പ് വന്നു, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒത്തിരി സങ്കടം, നിരാശയൊക്കെ വന്നു. അപ്പോൾ എന്റെ മമ്മി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യം, നോ മോനെ, വിട്ടുകൊടുക്കരുത്, ഇത് പ്രാപിച്ചെടുക്കേണ്ടത്, ആരാധിച്ചോണം, ആത്മാവിൽ പ്രാർത്ഥിച്ചോണം, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്നോണം, ജാഗരിച്ചോണം. അല്ലെങ്കിൽ അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മളെ ഒരു എൻകറേജ് ചെയ്യാൻ ഒരു വചനമോ ഒരാളെ കൂടി ദൈവാത്മാ പറയുമ്പോൾ ഓർത്തോണം, അതിനകത്തൊരു വിക്ടറി ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. കൈ കൊട്ട വിട്ടൊഴിഞ്ഞാലല്ലേ കാഹള ഊതാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പുതിയ നിയമസഭയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാഹളം ഊതാൻ നിങ്ങൾ ഹൃദയം കൊണ്ട് തയ്യാറാണെങ്കിൽ കർത്താവ് പറയാ, നിന്റെ കൈകളെ ഞാൻ ബലപ്പെടുത്തിക്കോളാം, നീ കാഹളം എടുക്കാൻ തയ്യാറായ കൈകളെ ഞാൻ ബലപ്പെടുത്തിക്കോളാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ എനിക്ക് സ്പെസിഫിക് ആയിട്ട് തന്ന ഒരു വചനമുണ്ട് ഇതിനകത്ത്. ആ വചനം ഇതാണ്, 11, 12, 13 വാക്യങ്ങൾ. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വചനം വായിച്ചിട്ട് നിങ്ങൾ ഓർത്തു, അയ്യോ സിസ്റ്ററെ, ഞങ്ങളോട് പറയുന്ന വചനം ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നു, കർത്താവ് പ്രവർത്തിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ വന്നിട്ട് പറയുക ഹൃദയകാഠിന്യതയെ കുറിച്ചും അനുസരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആ വചനം കേൾക്കാൻ ഇച്ചിരി വിഷമമുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് അനുസരിച്ചില്ല, ഹൃദയകാഠിന്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തുവാ? എന്റെ വാക്ക് കേട്ടാൽ ഞാൻ വേഗത്തിൽ, എന്ത് എളുപ്പമുള്ള കാര്യം, എന്റെ വാക്ക് കേട്ടാൽ ഞാൻ വേഗത്തിൽ ചെയ്യാവുന്ന, പതുക്കെ ചെയ്യാവുന്നല്ല പറഞ്ഞ, വേഗത്തിൽ ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ അനുസരിക്കാൻ തയ്യാറായാൽ ഈ മീറ്റിംഗ് തീരുന്നതിനിപ്പുറം കർത്താവ് ചെയ്യും. മനസ്സിലായോ? ചെയ്യേണ്ടത് കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കുന്ന. എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്താണ് സിസ്റ്റർ ഇന്നത്തെ മെസ്സേജ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കാൻ ആര് മനസ്സ് വെക്കുന്നു അവർക്ക് വേണ്ടി വേഗത്തിൽ, ഞാൻ പറഞ്ഞ വാക്ക് കേട്ടോ, വേഗത്തിൽ, ക്ഷണത്തിൽ കർത്താവ് എഴുന്നേക്കും. അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? പൂർണ്ണമായിട്ട് അനുസരിക്കണം. ചില കാര്യങ്ങൾ, ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നാ പറയുന്നത്, ചില കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളും കർത്താവ് പറയും. അതായത് മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയും ചെയ്യാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു കാണിക്കാതിരിക്കും ദേശത്തേക്ക് ഇറങ്ങാൻ. നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്ന പ്രസംഗമാണ്, കർത്താവ് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ദേശമാണ്, എങ്ങനെ ഇറങ്ങും നമ്മൾ ചോദിക്കത്തില്ലേ? ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സമയം, പക്ഷെ അബ്രഹാം ഇറങ്ങി, അല്ലേ? ഇല്ലേ? പ്രായം കഴിഞ്ഞു പോയി, ഒരു തലമുറ ഉണ്ടാവും എന്ന് പറയുന്നു. ദൈവം പറയാം, നിനക്ക് തന്നിരിക്കും, അടുത്ത ആണ്ടിൽ ഈ സമയത്ത് നിനക്ക് ലഭിച്ചിരിക്കും. അവിടെ മാനുഷികമായ ആൾക്കാർ വന്ന് ഇവരോട് പറയും, ഇപ്പൊ ദൂത് പറയുക, അയ്യോ സിസ്റ്റർ എന്നോട് ദൈവം ദൂത് പറഞ്ഞു കേട്ടോ, അടുത്ത ആണ്ടിൽ ഈ സമയത്ത് എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? വചനത്തിൽ കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന പറഞ്ഞു. എന്റെ സിസ്റ്ററെ, വചനമൊക്കെ ഇങ്ങനെ കിടക്കുന്നു, പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ചാൻസ് ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. 99% ചാൻസ് ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇതെങ്ങനെ നടക്കുന്നത്? ഇത് ഒരാളും അത് നെഗറ്റീവ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പൊ നമ്മള് അയ്യോ ശരിയാണല്ലോ കർത്താവേ, ഡോക്ടർ പറഞ്ഞു നടക്കത്തില്ല. മനസ്സിലായോ? ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന്, ഡോക്ടർ പറഞ്ഞു ഇനി ട്രീറ്റ്മെന്റ് ഇല്ലെന്ന്, ഡോക്ടർ പറഞ്ഞു ഈ മെഡിസിൻ കഴിച്ചാലേ രക്ഷയുള്ളെന്ന്. പക്ഷെ ദൈവം പറയുക ചിലരോട്, ഇന്ന് എനിക്ക് നിന്നോട് വ്യക്തിപരമായ ചിലത് പറയാനുണ്ട്. അത് ഇതുവരെ ഒരു മനുഷ്യനും ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കാം, ഇതുവരെ മെഡിക്കൽ സയൻസിന് വിപരീതമായ ഒരു കാര്യമായിരിക്കും ദൈവം പറയുന്നത്. പക്ഷെ ദൈവം ചോദിക്കുക, ആർ യു റെഡി ടു ഒബേ മീ? ഞാൻ നിന്നോട് സംസാരിക്കാം, ഞാൻ വേഗത്തിൽ നിനക്ക് വിടുതൽ തരാം, പക്ഷെ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. അനുസരണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. ഞാൻ എന്റെ അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ, നിങ്ങൾ എന്നോട് ചോദിക്കും, സിസ്റ്റർ ദൈവം പറയുന്ന എല്ലാം അനുസരിക്കുന്ന വ്യക്തികളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരിക്കലും 100% പറയാൻ പറ്റത്തില്ല ആണെന്ന്. കാരണം ചില സമയത്ത് ദൈവം പറയുന്ന കാര്യങ്ങൾ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അയ്യോ അങ്ങനെ ചെയ്യണോ, അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ചില സമയത്ത് അനുസരണക്കേട് കാണിക്കുമ്പോ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് പഠിക്കും. മനസ്സിലാവുന്നുണ്ടോ?
ആ തെറ്റിനകത്ത് നമ്മൾ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കർത്താവിന്റെ സന്നിധി മടങ്ങി ചെന്നിട്ട് പറയാം, അപ്പ ഞാൻ ചെയ്യാൻ തയ്യാറാ, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, അല്ലേ? അങ്ങനെ ദൈവം വിടുവിച്ച. അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ടെസ്റ്റിമണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഞാൻ എന്റെ രണ്ടാമത്തെ മോനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 2020 ദൈവം എന്റെ മോന് 2 മാസം പ്രായമുള്ള, എന്റെ ഉദരത്തിൽ എന്റെ കുഞ്ഞ് 2 മാസം പ്രായമുള്ളപ്പോൾ എന്നോട് ദൈവാത്മാവ് ഒരു അമ്മച്ചി കൂടെ ദൂത് പറഞ്ഞു. അത് വേറൊന്നിനു വേണ്ടിയല്ല, എന്റെ മമ്മി അമേരിക്കയിലോട്ട് എന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വരണം. ആ സമയത്ത് അന്ന് കോവിഡ് ഒന്നും തുടങ്ങിയിട്ടില്ല, കോവിഡ് ഒക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ മമ്മി ഇങ്ങോട്ട് വരുന്ന കാര്യം, എന്റെ മമ്മി ഏത് കാര്യം പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ, എവിടെ പോണെങ്കിൽ പോലും. അപ്പം US വരാൻ വിസ ഉണ്ട്, അതുകൊണ്ട് അങ്ങ് പോയേക്കാം എന്നല്ല, മമ്മി പ്രാർത്ഥിക്കും പോണോ. അപ്പൊ മമ്മി ഇതുപോലെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അപ്പൊ ഈ അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആഴ്ചയിൽ ഒരു ദിവസം പോയിരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് അമ്മച്ചി കൂടെ മമ്മിയോട് പറഞ്ഞു, ഈ പ്രാവശ്യം നീ അമേരിക്കയിൽ പോകത്തില്ല മോളുടെ ഡെലിവറി സമയത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഡെലിവറിക്ക് മമ്മി വന്നിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ഡെലിവറിക്ക് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് വിളിച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമായി പോയി, കാരണം എനിക്കറിയത്തില്ല, ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, എന്റെ മമ്മിയും കൂടെ വന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊരു വലിയ ചിന്ത എന്റെ മുമ്പിലുണ്ട്. പക്ഷെ അന്ന് അമ്മച്ചി കൂടെ ദൈവാത്മാവ് എന്നോട് ദൂത് പറഞ്ഞു, അവൾക്ക് മൂന്നാമതൊരു ആൺകുഞ്ഞിനെ ദൈവം കൊടുക്കും, മൂന്നാമതൊരു ആൺകുഞ്ഞിനെ. ആ കുഞ്ഞിനെ കൊടുക്കുന്ന സമയത്ത് നിനക്ക് തുടക്കത്തിലും പോകാൻ പറ്റും, അവസാനം ഡെലിവറിക്കും പോകാൻ പറ്റും എന്റെ മമ്മിയോട് ഒരു ദൂത് പറഞ്ഞു. അപ്പൊ മമ്മി ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ 2 മാസം പ്രഗ്നന്റ് ആയിട്ടേ ഉള്ളൂ, രണ്ടാമത്തെ കുഞ്ഞിനെ കൈ കണ്ടിട്ട് പോലും ഇല്ല. അതിന് മുമ്പേ എനിക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ കുറിച്ചുള്ള വാക്തത്വം തന്നു 2020. അപ്പൊ മമ്മി എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു ദൂത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ അത് വലിയ കാര്യമാക്കി എടുത്തു. ഞാൻ പറഞ്ഞു, മമ്മി ഇപ്പോഴത്തെ കാര്യം പറ, പിന്നത്തെ കാര്യം പിന്നെയല്ലേ, ഇപ്പൊ എനിക്ക് മമ്മി പറഞ്ഞു വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോ മമ്മി വന്നില്ല, മമ്മി ദൈവം പറഞ്ഞത് അനുസരിച്ച് വന്നില്ല. പക്ഷെ വന്നിരുന്നെങ്കിൽ മമ്മി ഇവിടെ പെട്ടുപോയെന്ന്, കാരണം കോവിഡിന്റെ ടൈം ആയിരുന്നു, എല്ലായിടത്തും ലോക്ക്ഡൌൺ ആയിരുന്നു. പക്ഷെ മമ്മി ദൈവത്തെ അനുസരിച്ചുകൊണ്ട് മമ്മിക്ക് വീട്ടിൽ ഒരു കുഴപ്പവും കൂടാതെ മമ്മി സേഫ് ആയിട്ട് അവിടെ ഇരുന്നു. ദൈവം പക്ഷെ എനിക്ക് കൃപ തന്നു, ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ ടേക്ക് കെയർ എല്ലാ കാര്യത്തിനും കൃപ തന്നു. ഞാൻ ദൈവങ്ങളോട് പറയുന്നത്, ഈ മൂന്നാമത്തെ കുഞ്ഞിനെ കുറിച്ചുള്ള വാക്തത്വം പക്ഷെ എന്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു, എനിക്കൊരു കുഞ്ഞ് വരുമെന്നുള്ളത്. അപ്പൊ എന്റെ രണ്ടാമത്തെ കുഞ്ഞിന് 4 വയസ്സായി. ഇങ്ങനെ മുന്നോട്ട് സമയം പോകുമ്പോൾ കഴിഞ്ഞ വർഷം 2024 തുടക്കം തൊട്ട് കർത്താവ് എന്നെ പണിയാൻ തുടങ്ങി. അതായത് ചുമ്മാ അങ്ങോട്ട് ഒരു വാക്തത്വത്തെ തരത്തില്ല, അതിനു മുമ്പ് ഒരു പ്രിപ്പറേഷൻ ഉണ്ട് കർത്താവിന്, കേട്ടോ. അപ്പൊ ജാനുവരി 1 ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം എനിക്കൊരു വാക്തത്വം തന്നു. ആ വാക്തത്വം വചനം ഇതായിരുന്നു, ഇരമ്യാവ് 15:11. ഹല്ലേലൂയ. ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം, അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും നിശ്ചയം. അപ്പം ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം, അനർത്ഥകാലത്തും കഷ്ടകാലത്തും എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഈ വർഷം ദൈവം എന്നെ നിശ്ചയമായി വിടുവിക്കും എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്തുണ്ട്, അനർത്ഥകാലമുണ്ട് കഷ്ടകാലമുണ്ട്. അപ്പൊ ദൈവം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും വചനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഉറപ്പ്, വിടുവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിടുവിക്കും എന്നുള്ളത് മാർക്ക് ചെയ്യും ഷാർപ്പായിട്ട്, കാരണം അത് കൺഫർമേഷനാണ്. അതിന്റെ അർത്ഥം എന്നാ, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും എന്ന് പറഞ്ഞാൽ, വർണ്ണിക്കുമായിരിക്കും എന്നല്ല, വർണ്ണിക്കും, അതൊരു കൺഫർമേഷനാണ്. അപ്പം ആ വചനം നിങ്ങൾ അത് മാർക്ക് ചെയ്തേക്കണം. അതിന്റെ അർത്ഥം എന്നാ, എന്തൊക്കെ വന്നാലും നിങ്ങൾ വർണ്ണിക്കും, നിങ്ങൾ ജീവനോടെ ഇരിക്കും, അതിന് 100% ഗ്യാരണ്ടി. ഇതുപോലെ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ വിടുവിക്കും. എന്തിനു വേണ്ടി എന്നാ, നന്മയ്ക്കായിട്ട് വിടുവിക്കും. മനസ്സിലായോ? നന്മയ്ക്കായിട്ട്. ഈ ദൂത് ഞാൻ ഏറ്റെടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് വരാൻ പോകുന്നത് എനിക്കറിയില്ല, ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫെബ്രുവരിയിൽ എനിക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ചർച്ചിൽ ഒരു 1 ഡേ മീറ്റിംഗിന് എന്നെ മെസ്സേജ് പറയാൻ വിളിച്ചു. ഞാൻ ആ മെസ്സേജിന് വേണ്ടി പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, എനിക്ക് ഈ മെസ്സേജ് ഇങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ ഡേറ്റ് വന്നു, ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്താ പോകുന്നത്. നെക്സ്റ്റ് ഡേ ആണ് എന്റെ മീറ്റിംഗ് എങ്കിൽ തലേന്ന് ഞാൻ ഇവിടുന്ന് വൈകുന്നേരം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പോവാം. എയർപോർട്ടിൽ ചെല്ലുന്നിടം വരെ എനിക്ക് ആ മീറ്റിംഗിൽ പറയേണ്ട മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല, ഒരു മെസ്സേജും എനിക്ക് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു മീറ്റിങ്ങിനൊക്കെ പ്രസംഗിക്കാൻ വിളിക്കും, നമ്മൾ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത് മെസ്സേജ് പറയും, നമുക്കൊരു മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു വെപ്രാളവും ടെൻഷനും എനിക്കുണ്ടായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് ഞാൻ എന്തോ പ്രസംഗിക്കേണ്ടത്, എനിക്കൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ വിഷമവും ടെൻഷനും ഉണ്ട്, കാരണം അവിടെ ഇരിക്കുന്ന വലിയ ദേവദാസന്മാരാ, ബൈബിൾ സ്കൂളൊക്കെ പഠിച്ചവരും വലിയ ആൾക്കാരാ. ദൈവമേ, അവരുടെ നടുവിൽ ഞാനൊന്നും പോയി വചനം പറയാനുള്ള യോഗ്യത പോലും ഇല്ല. കർത്താവ്, അതിന്റെ കൂടെ എനിക്ക് മെസ്സേജും കിട്ടിയിട്ടില്ല, വചനം കിട്ടിയിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, ട്രസ്റ്റ് മീ. ഇത് മാത്രം എനിക്ക് കേൾക്കാം, പരിശുദ്ധാത്മ പറയുന്നത്, ട്രസ്റ്റ് മീ. ദൈവമക്കളെ, എന്റെ കൂടെ ഒരു ആന്റി വരാമെന്ന് പറഞ്ഞു. ആന്റി തക്ക സമയം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത്, ആന്റിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാൻ ഒറ്റയ്ക്കാം. എന്നെ എന്റെ ഹസ്ബൻഡ് എയർപോർട്ടിൽ കൊണ്ട് വിട്ടു. ഹസ്ബൻഡ് തിരിച്ചു പോകുന്നു. ഞാൻ ഗേറ്റിന്റെ അവിടെ വന്ന് എല്ലാം ക്ലിയർ കഴിഞ്ഞ് ഗേറ്റിന്റെ അവിടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അപ്പൊ ഒരു അനൗൺസ്മെന്റ് വരുന്നു, 1 മണിക്കൂറും കൂടെ ഫ്ലൈറ്റ് ഡിലേ. അതിന്റെ അർത്ഥം 2 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ. ഇതും കൂടെ കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ, മെസ്സേജ് കിട്ടിയിട്ടില്ലാത്ത ഒരു ടെൻഷൻ, 2 ഫ്ലൈറ്റ് ഡിലേ ആയ അടുത്തൊരു ടെൻഷൻ, എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു വെപ്രാളം വരാൻ തുടങ്ങി. അപ്പൊ കർത്താവ് പറഞ്ഞു, ട്രസ്റ്റ് മീ. എനിക്കിത് കേൾക്കാം ഉള്ളിൽ നിന്ന്, ട്രസ്റ്റ് മീ.
ഞാനപ്പോ ഓർത്തു, ഓക്കെ കർത്താവേ, ഞാൻ അങ്ങനെ ആശ്രയിക്കും, പക്ഷെ എന്ത് ചെയ്യണം നടത്തില്ല. ഞാൻ ഇങ്ങനെ പേടിച്ച് ഒരു വെപ്രാളം പെട്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോ എന്റെ ഗേറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അധികം ആൾക്കാർ ആരുമില്ല. തൊട്ടപ്പുറേ ഒരു 2 ചേരിനപ്പുറം ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. എന്നോട് പരിശുദ്ധാത്മ ഉള്ളി എന്ന് പറഞ്ഞു, നീ എഴുന്നേക്കാൻ പറഞ്ഞു. ഒരു ജനൽ കാണിച്ചിട്ട് പറഞ്ഞു അവിടെ പോയിരിക്കാൻ പറഞ്ഞു. ഞാൻ വിൻഡോയുടെ അടുത്ത് പോയിരുന്നു. ആരുമില്ല, ഞാൻ തന്നെ. കർത്താവ് പറഞ്ഞു, നൗ ഇസ് ദ ടൈം. ഇനി നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമയമുണ്ട്. സത്യമാ. കാരണം വീട്ടിലാവുമ്പോ 2 കുഞ്ഞുങ്ങള്, വീട്ടിലെ കാര്യങ്ങൾ, മിനിസ്ട്രി എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഞാൻ ഭയങ്കര എന്താ പറയുക, നമുക്ക് ദൈവം പറയുന്നത് ചിലപ്പോൾ കേൾക്കാനുള്ള ഒരു വോയിസ് കേൾക്കാൻ. കാരണം കർത്താവിന്റെ സൗണ്ട് ഒരു സ്വീറ്റ് വോയിസ്. ഇത് കർത്താവ് എപ്പോഴും എങ്ങനെയാണ്, കർത്താവിന് ഫുൾ അറ്റൻഷൻ കിട്ടാതെ കർത്താവ് ഒന്നും പറയത്തില്ല കേട്ടോ. ചില ആൾക്കാരുണ്ടല്ലോ വെപ്രാളത്തിൽ എല്ലാം കയറി വിളിച്ച് പറയും. നമ്മൾ കേട്ടോന്ന് വെച്ചാൽ പകുതി കേട്ടു, പകുതി കേട്ടില്ല. പക്ഷെ കർത്താവിന് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിന് ഒരു മെസ്സേജ് തരണം. കർത്താവുണ്ടല്ലോ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. നീ ആദ്യം എന്റെ സന്നിധിയിൽ ഒന്നിരിക്കും, ശാന്തമായിട്ട്, വെപ്രാളമൊക്കെ പിടിക്കാതിരിക്കും, അപ്പൊ ഞാൻ സംസാരിക്കാം. ദൈവത്തിന്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് അന്ന് വെളിപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ആരുമില്ല. ഇരുത്തിയിട്ട് പറഞ്ഞു, ഓക്കെ വചനം എടുക്കാം. ബൈബിൾ എടുത്തു. ലൂക്കോസ് 1-ാം അധ്യായം 45-ാം വാക്യം. അപ്പൊ ഞാൻ ഓർത്തു, ഓ, വചനം തുറന്നു, വചനം കിട്ടി. ദൈവം പറഞ്ഞത് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് പറഞ്ഞത് നടക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വചനം എനിക്ക് ലഭിച്ചു. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എല്ലാ മീറ്റിങ്ങുകളും എല്ലാവരും മറിയെക്കുറിച്ച് എലിസബത്തിനെ കുറിച്ച് പ്രസംഗിക്കും, എനിക്ക് പുതിയത് വല്ലതും എന്താ? കർത്താവ് പറഞ്ഞു, ഇതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട് ഒരു ദൂത്, നീ അത് പറഞ്ഞാൽ മതി. ദൈവമക്കളെ, അവിടെ ഇരുന്നു. പിന്നെ ഉള്ള ഒരു 2 മണിക്കൂർ ഞാനും ദൈവവുമായിട്ട് ആ എയർപോർട്ടിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. മറിയെക്കുറിച്ചും എലിസബത്തിനെ കുറിച്ചും യോക്കേബേദിനെ കുറിച്ചും ഒരു അമ്മമാരെ കുറിച്ചൊരു ദൂത്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ പോയി കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുവാണെങ്കിൽ അതിനകത്ത് ഞാൻ ആ മെസ്സേജ് പറയുന്നു. പക്ഷെ ദൈവം, ഞാനിതാ പറയുന്നേ, ആ ദൂത് എന്റെ വിചാരം അന്ന് കിട്ടുമ്പോൾ ഇത് ആർക്കുള്ളതെന്നറിയോ? ന്യൂയോർക്കിൽ ആ മീറ്റിങ്ങിന് വേണ്ടിയുള്ള ദൂതാണ്. പക്ഷെ സത്യത്തിൽ ആ ദൂത് എനിക്കുള്ളതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? എന്നോടുള്ള ദൂരം. ഞാൻ അവിടെ പറയുന്നത് മറിയെ കുറിച്ചാണ്. ദൂത് കേട്ട ഉടനെ വിശ്വസിച്ചവൾ മറിയാം. അവൾ ചെയ്തത് 3 മാസം ഒളിച്ചു പാർത്തു. എലിസബത്തിന്റെ കൂടെ പോയി ഒളിച്ചു പാർത്തു. എലിസബത്ത് 5 മാസം ഒളിച്ചു പാർത്തു. എന്തിന്? വാഗ്ദത്തം കിട്ടിയ ഉടനെ. പിന്നെ യോക്കേബേദ് വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞ് ഒളിച്ചു പാർത്തവൾ. ഇതായിരുന്നു ആ ദൂത്. ഇത് കേട്ട് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. ഞാന് ദൈവസന്നിധി പ്രിപ്പയർ ആയി വചനം പറയാൻ പോയി. ദൈവമക്കളെ, ദൈവകൃപയാൽ കർത്താവ് അവിടെ സംസാരിച്ചു, വചനം പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. അപ്പോഴും എനിക്കറിയില്ല എന്റെ ലൈഫിൽ എന്താ സംഭവിക്കും. പക്ഷെ വചനം വളരെ ശക്തമായിട്ട് അവിടെ ക്രിയ ചെയ്തു. എന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരുന്നു. ഞാൻ മടങ്ങി വന്നു. മെയ് 1-ാം തീയതി അടുത്തൊരു മീറ്റിംഗ്, സൂമിൽ എനിക്കൊരു മീറ്റിംഗ് വന്നു. ആ മീറ്റിംഗിലും ഞാൻ ഒരു വചനം എന്നോട് ദൈവാത്മ സംസാരിച്ചു. മെയ് 1-ാം തീയതി. അപ്പം നാട്ടിൽ അന്ന് മെയ് 1-ാം തീയതി ആയി, ഇവിടെ മെയ് 1-ാം തീയതി ആയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ സൂമിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് പെട്ടെന്ന് ഒരു വചനം തന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, ഒരു ദൂത്. ഞാൻ ആദ്യമായിട്ടാണ് ആ വചനത്തിന്റെ മർമ്മം കർത്താവ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോഴാണ് അത് അറിയുന്നത്. ഞാൻ അന്നിരുന്ന് വചനം പറയുമ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്. ഞാൻ ഇന്ന് വരെ ആരും കണ്ണുനീരോടെ വിതയ്ക്കുന്നത് കണ്ടിട്ടില്ല. എല്ലാവരും വിതയ്ക്കുന്നത് സന്തോഷത്തോളം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും പ്രായമുള്ള അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ നിങ്ങൾ ആരെങ്കിലും വിതയ്ക്കുമ്പോൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ നാട്ടിൽ? ഞാൻ പോയി യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി എങ്ങനെയാ വിതയ്ക്കുന്നതെന്ന്. ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളത് ആലപ്പുഴയിലും ആ സ്ഥലം, ഞാൻ കോട്ടയംകാരി. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വിതയ്ക്കാൻ പോകുന്നവരും അന്ന് പാട്ടൊക്കെ പാടിയ വിതയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും ചുറ്റും ഇങ്ങനെ ആലപ്പുഴ ഈ പാടത്തിലൊക്കെ നിന്നിട്ട് ഒരു നാടൻ പാട്ടുണ്ട് അവർക്ക്. ഞാൻ ഇന്ന് വരെ ആരും കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. അപ്പൊ ഞാൻ ദൈവസന്നിധി ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ വാഗ്ദത്തമാണ് വിത്തെന്ന് പറയുന്നത്. അത് വിതച്ചു കഴിഞ്ഞാൽ വിതയ്ക്കുമ്പോൾ കണ്ണുനീരോടെ വേണം വിതയ്ക്കാൻ. അതിന്റെ അർത്ഥം ചില വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ട് ചില കണ്ണുനീര് അലൗ ചെയ്യും. എന്തിനാണെന്നറിയാമോ? ഈ വിത്ത് മണ്ണിന്റെ അടി കിടന്നിട്ട് നമുക്കൊക്കെ ഉണ്ട് വാഗ്ദത്തം കിട്ടി മണ്ണിന്റെ അടിയിൽ ഇടും, ഭയങ്കര സന്തോഷമാ. മറഞ്ഞു കിടക്കണം ഭയങ്കര സന്തോഷം. പക്ഷെ അതിനെ നനയ്ക്കാറില്ല ആരും. വിത്തിന് നനവ് കിട്ടിയില്ല എന്ത് പറ്റും? ഉണങ്ങിപ്പോവും. ഇന്ന് പലരുടെയും വാഗ്ദത്തം ഉണങ്ങിക്കിടക്കും. എന്തുകൊണ്ടാ പറയാ? കണ്ണുനീരൊന്നുമില്ല. ദൈവം നടത്തേണ്ട സമയത്ത് നടത്തിക്കോളൂ. ദൈവം നടത്തേണ്ട സമയത്ത് നടത്തും. പക്ഷെ ചില വാഗ്ദത്തം ഉണ്ടല്ലോ, നീ കരഞ്ഞ് തന്നെ മേടിക്കണം. കാരണം ആ കണ്ണുനീര് നമ്മൾ ഓർക്കുന്ന കർത്താവ് എന്ത് ക്രൂരനാ, കരഞ്ഞാലേ തരത്തുള്ളൂ. കാരണം നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീര് ആ വാഗ്ദത്തം വീഴുമ്പോൾ ആ വാഗ്ദത്തം മണ്ണിന്റെ അടിയിൽ വെള്ളം ചെന്ന് നനച്ച് അതിന്റെ കിളിർപ്പ് പുറത്തു വരുന്ന ഒരു ടൈമുണ്ട്. ഹല്ലേലൂയ. ആരും വിത്ത് വിതച്ചിട്ട് നനയ്ക്കാതിരുന്ന അത് ഉണങ്ങിപ്പോകും. എന്നാൽ ഡെയിലി നനച്ചു നോക്കിക്കേ, ഇന്നല്ലേ നാളെ നീ അതിന്റെ കിളിർപ്പ് കാണും, അതിന്റെ ഫലം നീ അനുഭവിക്കും. അതാ കർത്താവ് പറഞ്ഞ, കണ്ണുനീരോടെ വിതച്ചാൽ നിനക്കൊരു ആർപ്പോടെ കൊയ്ത്തുണ്ട്. ഇന്നെല്ലാവരും ആർപ്പോടെ കൊയ്യാനിരിക്കുക, പക്ഷെ കണ്ണുനീരൊഴുക്കാൻ തയ്യാറല്ല. അപ്പൊ ദൈവം എന്തെന്നറിയോ? ചില കണ്ണുനീരിന്റെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ തരും. അത് വരുമ്പോൾ നീ ഡെയിലി കണ്ണുനീരൊഴുക്കും. ഈ നിങ്ങൾ കാണുന്നില്ല, മണ്ണിന്റെ അടിയിൽ വിത്ത് കടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കാണാറുണ്ടോ? പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഞാൻ ഒരു സൂര്യകാന്തിയുടെ ഒന്നും ഈ വിത്തിട്ടിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നും പോയി മാന്തി നോക്കുമായിരുന്നു. നമ്മളും അങ്ങനെ തന്നെ. ചില വാഗ്ദത്തം കിട്ടിയിട്ട് എന്നും പോയി ഇങ്ങനെ മണ്ണ് തുടർന്ന് നോക്കും, അവിടെ തന്നെ ഉണ്ടോ വാഗ്ദത്തം, അവിടെ തന്നെ ഉണ്ടോ. വേറൊരാളും കൂടെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഇതല്ല ചെയ്യേണ്ടത്. മണ്ണിന്റെ അടിയിൽ പോകുന്നതാണ്. മണ്ണിന്റെ അടിയിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചില സീസൺ നമ്മൾ മണ്ണിന്റെ അടിയില്ല, ആരും നമ്മളെ കാണത്തില്ല. മനസ്സിലാവുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും അതിന് പറയുന്നത് അണ്ടർ ദ ഗ്രൗണ്ട് സീസൺ എന്നാ പറയുന്നത്.
നമ്മളെ ആർക്കും കിട്ടത്തില്ല, നമ്മളെ ആരും കാണത്തില്ല, നമ്മളും ദൈവവും മാത്രം കണ്ണുനീരോടെ മുറിക്കാത്തായിരിക്കും. ആ ഒരു അവസ്ഥ നിങ്ങൾ കടന്നു പോകുന്നതിന്റെ ഓർത്തോ, വാക്തത്വത്തിന് വേണ്ടി കരയിപ്പിക്കുക ദൈവം നിങ്ങൾ. എന്തിനാണെന്നറിയോ? നിന്റെ വാക്തത്വമാകുന്ന വിത്ത് നനഞ്ഞിട്ടില്ല, ഉണങ്ങി കിടക്കുക. ഇനി വേണം കരഞ്ഞ് അതിനെ മേടിക്കാൻ. മനസ്സിലായോ? ഈ 1-ാം തീയതി, മെയ് 1-ാം തീയതി ഞാൻ ഈ സൂം മീറ്റിംഗിൽ വന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വായിൽ നിന്ന് അറിയാതൊരു വാക്ക് പുറത്തു വന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ പോലും അറിയാതെ പരിശുദ്ധാത്മാ പറഞ്ഞതാ. ഇന്ന് ചിലപ്പോൾ നിന്റെ വാക്തത്വം ഒരു വിത്തായിട്ട് നിന്റെ ഉദരത്തിൽ കിടക്കുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആ വിത്തിനെ നീ പ്രാർത്ഥിച്ച് കരഞ്ഞു മേടിക്കണോന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു, എന്റെ ഉദരത്തിൽ എന്റെ 3-ാമത്തെ കുഞ്ഞ് വിത്തായി കിടക്കുമായിരുന്നു. ഞാൻ അറിയുന്നില്ല. ഈ ദൂത് പറഞ്ഞു മെയ് 23-ാം തീയതി ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രഗ്നന്റ് ആണ്. അപ്പൊ ആദ്യത്തെ 2 പ്രഗ്നൻസി നോർമൽ ആയിരുന്നു, ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. എല്ലാ ചെക്കപ്പിനും ഞാൻ പോയി, ഹല്ലേലൂയ, ഒരു കുഴപ്പവും ഇല്ല. എല്ലാ ചെക്കപ്പ്, എല്ലാ മാസം ചെക്കപ്പ്, അൾട്രാസൗണ്ട് ചെയ്യുന്നു, നല്ല ഡോക്ടർമാരെ എനിക്ക് കിട്ടി, എല്ലാം നല്ല രീതിയിൽ പോയോണ്ട് ഞാൻ ഓർത്തു ഇതും അങ്ങനെ തന്നെ പോകും. മെയ് 23-ാം തീയതി ഞാൻ അറിയുന്ന പ്രഗ്നന്റ് ആണ്. സാധാരണ ഇവിടുത്തെ രീതി അനുസരിച്ച് എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഡോക്ടറെ അറിയിക്കണം. ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു പ്രശ്നം, എന്റെ അച്ഛൻ അന്ന് പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇൻഷുറൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് 3 മാസമായി. അപ്പൊ ഈ 3 മാസം ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കർത്താവ് എന്താ ചെയ്തെന്നറിയോ എന്നെ? ഞാൻ അതിന് മുമ്പ് ഒരു മെസ്സേജ് പരിശുദ്ധാത്മാ എനിക്ക് തന്നില്ല. എന്തുവാ? മറിയ 3 മാസം എലിസബത്തിന്റെ കൂടെ പോയി ഒളിച്ചു വാർത്തു. ഞാൻ പറയാൻ എളുപ്പമായിരുന്നു. കർത്താവ് എന്താ ചെയ്യുന്നറിയോ? നാട്ടിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എന്റെ എലിസബത്ത് എന്ന് പറയുന്നത് എന്റെ മമ്മിയാണ്. വാക്തത്വം പ്രാപിച്ചെടുത്ത ഒരു എലിസബത്ത്. മമ്മിയെ ദൈവം ആദ്യത്തെ 3 മാസം ഇവിടെ കൊണ്ടുവന്നു. ഞാനും മമ്മിയും തന്നെ വീടിനകത്ത് എപ്പോഴും മമ്മി വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും മമ്മിയും വചനം പറയുന്നു, മമ്മി എന്നെ ബലപ്പെടുത്തുന്നു, ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ 3 മാസം ഏറ്റവും സന്തോഷകരമായി പോയി. എനിക്ക് ആ സമയത്ത് അധികം മീറ്റിങ്ങുകളൊന്നും എടുക്കാൻ പറ്റില്ല, ഒളിച്ചു വാർത്ത തന്നെ ആയിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ മമ്മി പോയി, പിന്നെ ഞാൻ ഒറ്റയ്ക്കാം. അല്ലേ? അപ്പൊ ഞാൻ എലിസബത്തിന്റെ സീസൺ പറയുന്നുണ്ടായിരുന്നു. 5 മാസം ഒളിച്ചു വാർത്ത എലിസബത്ത്. ഭർത്താവില്ല, ഭർത്താവ് ഊമന. എലിസബത്തിനൊന്നും മിണ്ടാൻ പറ്റത്തില്ല, ആരും ഇല്ല മിണ്ടാൻ. എലിസബത്ത് ഒറ്റയ്ക്ക്. വളരെ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, അല്ലെ? ശാരീരികമായുണ്ട്. ആരോടും പരാതി പറയാൻ പറ്റില്ല. എലിസബത്തിന് ദൈവം മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞു. സെയിം അവസ്ഥയായിരുന്നു എനിക്ക്. എന്റെ മമ്മി ഇവിടെ നിന്ന് സെപ്റ്റംബർ 1st വീക്ക് പോയി. 2nd വീക്ക് അങ്ങോട്ട് തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് അതിശക്തമായ ശ്വാസം മുട്ടൽ. ഞാനിത് പറയുന്നത് സ്ത്രീകളായ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ പ്രഗ്നൻസി നമുക്ക് ശ്വാസം മുട്ടലുണ്ടാവും, പക്ഷെ ഇത് അങ്ങനത്തെ ശ്വാസം മുട്ടലല്ല. എനിക്ക് കാരണം അറിയില്ല, എനിക്ക് ശക്തമായ ശ്വാസം മുട്ടൽ. എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. ഇപ്പൊ നോർമലി നമുക്കറിയാലോ, എങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡോക്ടറെ കാണാം. പക്ഷെ എനിക്ക് ഇൻഷുറൻസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയോ? എന്റെ അച്ഛന് ഫുൾ ടൈം ജോലി കൊടുത്തു, ഇൻഷുറൻസ് റെഡി. അപ്പൊ ഇൻഷുറൻസ് റെഡി ആയപ്പോൾ ഞാൻ ഓർത്തു എന്ത് വരും, ഇൻഷുറൻസ് റെഡി ആയതുകൊണ്ട് എനിക്ക് ആശുപത്രി പോയി. പക്ഷെ ദൈവമക്കളെ, ഈ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു ദൈവശബ്ദം കേട്ടായിരുന്നു. എന്നോട് ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യം, അതാ ഞാൻ പറഞ്ഞ ദൈവം പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ നമുക്ക് വിടുതലാന്ന് പറഞ്ഞു. എന്നോട് ഒരു ദിവസം ഞാനിങ്ങനെ ഒട്ടും വയ്യാതെ ഛർദിലൊക്കെ കൂടി ഞാനിങ്ങനെ കിടക്കുമ്പോൾ, ശ്വാസമുട്ടലുണ്ട്, ഇങ്ങനെ കിടക്കുമ്പോൾ, ഒരു ഉച്ചം കഴിഞ്ഞ സമയം ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രഗ്നൻസി നിന്റെ സാധാരണ ആദ്യത്തെ 2 പ്രഗ്നൻസി പോലെ ആയിരിക്കില്ല. ഈ പ്രഗ്നൻസിയിൽ ഞാൻ മാത്രമായിരിക്കും നിന്റെ കൂടെയുള്ളത്, കൂട്ടിനുള്ളത്. എന്റെ കരം മാത്രമായിരിക്കും നിനക്ക് സഹായത്തിനുള്ളതെന്ന് പറഞ്ഞു. ഞാനത് സത്യം പറഞ്ഞ കാര്യമാക്കി എടുത്തില്ല. ഞാനോർത്ത് എല്ലാ കാര്യത്തിലും ഉണ്ട്, കർത്താവിന്റെ കരമില്ലാതെ എനിക്ക് പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ അത് എടുത്തത്. കർത്താവിന്റെ കരമില്ലാതെ എനിക്ക് സഹായം ഇല്ലല്ലോ എന്ന്. പക്ഷേ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. എന്റെ ആദ്യം ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ലെന്ന്, അതുകൊണ്ട് ഞാൻ ആശുപത്രി പോയില്ല. ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു. എന്റെ ഇൻഷുറൻസ് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ എന്റെ 2 ഡെലിവറിക്കും പോയ ഹോസ്പിറ്റലിൽ വിളിച്ചു. അവരോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ എന്നോട് എത്ര ആഴ്ചയായി, ഇവിടെ വീക്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ 30 വീക്സ് ആയി, 30 ആഴ്ചയായി, എനിക്ക് 36 വയസ്സും ഉണ്ട്. ഹോസ്പിറ്റലിൽ വിളിച്ച ഉടനെ ഡോക്ടർ അവിടുത്തെ റിസപ്ഷനിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നിനക്ക് 30 ആഴ്ച കഴിഞ്ഞതുകൊണ്ടും നീ 36 വയസ്സായതുകൊണ്ട് ഹൈ റിസ്കിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ആകെ ഷോക്കായി പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ടെസ്റ്റും ചെയ്തിട്ടില്ല, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഡോക്ടറിന്റെ ഒരു ഹെൽപ്പ് കിട്ടിയേ പറ്റൂ, അൾട്രാസൗണ്ട് ചെയ്തേ പറ്റും. അപ്പൊ അവർ പറഞ്ഞു ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു ക്ലിനിക്കിന്റെ നമ്പർ തന്നു. അവരെ വിളിച്ചപ്പോൾ സെയിം തിങ്, അവർക്ക് ഡേറ്റേ ഇല്ല, എല്ലാ ഡേറ്റും അവർ ഒക്യുപ്പൈഡാ. എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി എപ്പോഴാണ് അറിയോ? 2025 ജാനുവരിയിൽ. ഞാൻ പറഞ്ഞു അന്ന് എന്റെ ഡെലിവറിയാ, പിന്നെ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ എനിക്ക് അപ്പോയിന്റ്മെന്റ്സ് വന്നില്ല. പക്ഷെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് മക്കളെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വെച്ചാൽ, ദൈവം എന്നോട് പറഞ്ഞാ എന്റെ കരം തന്നെയായിരിക്കും നിനക്ക് സഹായം എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം ദൈവത്തിന് ഈ പ്രഗ്നൻസിയിൽ ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അതിന് ദൈവം ചെയ്ത വഴിയാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് വിശ്വസ്തനാ ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ ടെസ്റ്റിമണി പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലായിരിക്കും. പക്ഷെ ചിലരോട് പരിശുദ്ധാത്മാവ് പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ജേർണിയിൽ മനുഷ്യരെ ആരെ ആശ്രയിക്കാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ദൈവം നിന്നോട് ചിലത് ചെയ്യാൻ പറയുമ്പോൾ നീ അത് ചെയ്യാനുള്ള അനുസരണമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു എനിക്ക് സെപ്റ്റംബറിൽ ആദ്യത്തെ ആഴ്ച മമ്മി പോയതിനു ശേഷം ശ്വാസമുട്ടൽ തുടങ്ങി. എന്റെ ഈ ശ്വാസമുട്ടൽ കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ ഹസ്ബൻഡിന്
പലപ്പോഴും വെപ്രാളം കയറിയിട്ടുണ്ട്. കാരണം എന്റെ ചുണ്ടെല്ലാം അങ്ങോട്ട് നീലയ്ക്കാൻ തുടങ്ങും, കൈയുടെ വിരലെല്ലാം സൈനോസ്ഡ് ആവും, നീലയ്ക്കും, എന്നെ വിറയ്ക്കാൻ തുടങ്ങും, കൈയും കാലും തണുക്കാൻ തുടങ്ങും. വല്ലാത്തൊരവസ്ഥ. എന്റെ ഹാർട്ട് ബീറ്റ് അടിക്കുന്ന എനിക്ക് കേൾക്കാം. 3 വട്ടം ഞങ്ങൾ പ്ലാൻ ചെയ്തു ഹോസ്പിറ്റലിൽ പോകാൻ, 911 വിളിക്കാൻ. പക്ഷെ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നോ, പോകരുത്. ഇതെനിക്ക്, അത് എന്നോട് ഒരാൾ ചോദിച്ചു, വ്യക്തമായിട്ട് കേട്ടു. ഞാൻ വ്യക്തമായിട്ട് കേട്ട ശബ്ദമാണ്, പോകരുത്. അപ്പൊ ഞാൻ ആദ്യം ഓർത്തു, കർത്താവേ എനിക്ക് ജീവൻ വേണം, എനിക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ എന്റെ ടെൻഷൻ മുഴുവൻ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള വെപ്രാളം. എനിക്ക് എന്റെ കുഞ്ഞിന് ശ്വാസം കിട്ടുന്നുണ്ടോ, കുഞ്ഞ് ഓക്കെ ആണോ എന്ന് എന്റെ ചിന്ത. പക്ഷെ അപ്പൊ തന്നെ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പറയുന്നുണ്ട്, പോകരുത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോകണം, ഞാൻ പോകും. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡിനോട് പരിശുദ്ധാത്മാ ഇടപെട്ടു. ഒരു ദിവസം ഞങ്ങൾ വേറെ വീട്ടിലിരിക്കും, എനിക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു അറ്റാക്ക് പോലെ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ വെപ്രാളപ്പെടാൻ തുടങ്ങി. ആ വീട്ടുകാർ പറഞ്ഞു, പെട്ടെന്ന് അക്സൈ 911 വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്റെ ഹസ്ബൻഡ് കീ എടുത്ത് കാറിന്റെ ഡോറിന്റെ അവിടെ ചെന്നിട്ട് തിരിച്ചു വരും. അപ്പൊ ഞാൻ ഓർത്തപ്പോ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും. എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ കയ്യെ പിടിച്ചിട്ട് ചോദിക്കാം, നിനക്ക് ശരിക്കും ഹോസ്പിറ്റലിൽ പോകണോ? ഞാൻ പറഞ്ഞു, പോകണ്ടേ, ശ്വാസം കിട്ടുന്നില്ല, പോകണം. ഞാൻ ഇങ്ങനെ വെപ്രാളം കാണിക്കാം. അപ്പൊ അച്ഛൻ പറയും എന്റെ അടുത്ത് വന്നിട്ട്, അദ്ദേഹം ഒരു നേഴ്സാന്ന് പറഞ്ഞു, എന്റെ അടുത്ത് വന്നിട്ട് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം, പോകണ്ട. ഞാൻ ഓർത്തു, ദൈവമേ ഇത് എന്തൊരു ഭർത്താവാന്ന് നമ്മൾ ആദ്യം ഓർക്കുമല്ലേ. പക്ഷെ എനിക്ക് അപ്പം മനസ്സിലായി, എന്റെ ഉള്ളിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാ പോകരുതെന്ന്. ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ എനിക്കറിയാം ഇത് ദൈവത്തിന് നിശ്ചയം. ഞാൻ പറഞ്ഞ എന്നൊരു കാര്യം, പെട്ടെന്ന് വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ വന്ന ഉടനെ എന്റെ മമ്മിയെ വിളിച്ചു. മമ്മി ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, മമ്മി പ്ലീസ് പ്രാർത്ഥിക്കണം. മമ്മി പ്രാർത്ഥിച്ച ഉടനെ മമ്മി എന്നോട് പറഞ്ഞു, മോനെ ഇത് സാധാരണ ഒരു ഫൈറ്റ് അല്ല, ഇതൊരു ആത്മീക പോര. നിന്റെ തലമുറയ്ക്കെതിരെ ശത്രു വെല്ലുവിളിച്ചേക്ക്, ഇതിന്റെ മേൽ ജയം എടുക്കണം, നീ ആത്മാവിൽ ആരാധിച്ചേ പറ്റും. ഞാൻ പറഞ്ഞു, മമ്മി ആരാധിക്കാൻ പോയിട്ട് സ്തോത്രം പറയാൻ തുറക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ദൈവമക്കളെ, എനിക്കറിയത്തില്ല എത്രത്തോളം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ശ്വാസം മുട്ടൽ അനുഭവിച്ചവർക്ക് അറിയായിരിക്കും. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടന്ന് എന്റെ ജീവന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥ. ഞങ്ങൾ ആരും ഈ വിഷയങ്ങൾ അറിയിച്ചില്ല. പക്ഷെ ഞാനും എന്റെ ഹസ്ബൻഡ് ദൈവത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് ദൂത് പറയും, ഇനിയാണ് ദൈവം സംസാരിക്കുന്നത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ ആ കർത്താവ് എന്നോട് സംസാരിച്ച വചനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ ഇന്ന് തൊട്ട് നീ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇനിയാണ് ഞാൻ പറയുന്ന പോയിന്റ്. ഞാൻ പ്രഗ്നന്റ് ആ ദൈവമക്കളെ, 5ാം മാസത്തിലോട്ട് കയറി. ഉപവസിക്കാൻ ഒരു ഗർഭിണിയോട് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾക്കറിയാം. ഒന്നാമത് എനിക്ക് ലോ ബ്ലഡ് പ്രഷറാണ്. എന്റെ ലോ ബ്ലഡ് പ്രഷറിന്റെ ആളാ ഞാൻ. പെട്ടെന്ന് എന്റെ ബ്ലഡ് പ്രഷർ ഡൗൺ ആവും. ഉപവസിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പ്രത്യേകിച്ച് ഞാൻ എന്റെ സ്പെഷ്യാലിറ്റി ഒബ്സ്ട്രെറ്റിക് ആൻഡ് ഗൈനക്കോളജി ആയിരുന്നു നഴ്സിംഗിൽ. എനിക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് മൊത്തം അറിയാം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എത്ര മണി വരെയാ? വ്യക്തമാ, കർത്താവിന്റെ സംസാരം വ്യക്തമായിരുന്നു, 1 മണി വരെ എല്ലാ ദിവസവും നീ ഉപവസിക്കണം. എത്ര നാളാ? പിന്നെ മൗനമാ. എത്ര നാളെന്ന് പറയുന്നില്ല കേട്ടോ, മൗനമാ. ഞാൻ ചോദിച്ചു, ഒന്നുകൂടെ പറ. ഇല്ല, വ്യക്തമാ, 1 മണി വരെ നീ ഉപവസിക്കണം. അപ്പം എനിക്ക് ഉള്ളിൽ 100 ചോദ്യമുണ്ട്. ബിക്കോസ് എനിക്ക് സയൻസ് അറിയാവുന്നത് കൊണ്ട്, കേൾക്കണേ, സയൻസ് അറിയാവുന്നത് കൊണ്ട് എനിക്ക് 100 ചോദ്യമുണ്ട്. കർത്താവേ, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ബിക്കോസ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒന്ന്, എന്റെ ഉദരത്തിലൊരു കുഞ്ഞ്, 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട സമയം. ഒന്നാമത് ഞാൻ മെലിഞ്ഞതാ, അതിന്റെ കൂടെ എന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പോഷകം വേണം. ഇതൊക്കെ എന്റെ ചോദ്യമാണ്. കർത്താവ് എന്നോട് അപ്പോഴും പറഞ്ഞു, ട്രസ്റ്റ് മീ, ഒബേ മീ. ഈ 2 വാക്ക് പിന്നെയും പരിശുദ്ധാത്മാവിനോട് പറയാൻ തുടങ്ങി. ട്രസ്റ്റ് മീ, ഒബേ മീ. അന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു വചനം കൂടെ ഞാൻ ഇത് പറഞ്ഞേ. എന്തുവാ? അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. സത്യമാണ്. ദൈവത്തിന്റെ വാക്ക് നമ്മൾ കേൾക്കാൻ തയ്യാറായ കർത്താവ് പറയാം, അത് കൊള്ളാവുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം കൊള്ളാം. കാരണം എന്റെ ആഗ്രഹമാണ് നിങ്ങൾ എന്നെ ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ അനുസരിക്കും ആരെയെന്നറിയോ? നമ്മുടെ ഡോക്ടർമാർ എന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കും. നമുക്കത് ഇഷ്ടമാണ് അനുസരിക്കാൻ. അവർ കീറൂന്ന് പറഞ്ഞാലും സന്തോഷം, വേദന ഉണ്ടേലും ഡോക്ടർ പറഞ്ഞതല്ലേ, കീറാൻ തയ്യാറാ. പക്ഷെ കർത്താവ് പറയാം, ഞാൻ നിന്നെ ഒന്ന് മുറിക്കൂന്ന് പറഞ്ഞാലോ, അയ്യോ കർത്താവെ മുറിക്കല്ലേ, അയ്യോ എന്നെ പിടിക്കല്ലേ, അയ്യോ അത് ചെയ്യല്ലേ, എനിക്കത് പേടിയാന്ന് പറയും. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞാലോ നമ്മൾ അനുസരിക്കും. ഡോക്ടർ പറഞ്ഞ ഫാസ്റ്റിംഗ് ഇരിക്കാൻ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കും. പക്ഷെ ദൈവം നിങ്ങളോടൊന്ന് ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുമെന്ന് ഞാൻ പറയാം. അയ്യോ എന്റെ ഷുഗർ ഡൗൺ ആവും, അയ്യോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രഷർ ഡൗൺ ആവും, അല്ലെ പ്രഷർ കൂടും, ഉപവസിക്കരുതെന്ന്. പക്ഷെ ഡോക്ടർ എന്ന് പറഞ്ഞു നോക്കട്ടെ, നാളെ 12 മണി വരെ ഒന്നും കഴിക്കാതെ വേണം വരാൻ, ഷുഗർ ടെസ്റ്റ് ചെയ്യാനാ, അല്ലെ രാവിലെ വരുമെന്ന് നമ്മൾ അനുസരിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരോട് പരിശുദ്ധാത്മ ഉപവസിക്കാൻ പറയുമ്പോൾ ആദ്യം അവർ പറഞ്ഞ വാക്കെന്നറിയോ? സിസ്റ്റർ, എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, പണ്ടത്തെ പോലെ അല്ല ഇപ്പം, എനിക്ക് തല കറങ്ങും. ഇത് ആര് പറഞ്ഞിട്ടാ ഉപവസിക്കുന്നത്? കർത്താവ് പറഞ്ഞിട്ടാ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയും, ഡൗട്ട് ഉണ്ടായിരുന്നു. ചെല്ലി പറയും എനിക്ക് ഉപവസിക്കാൻ പറ്റുന്ന സിസ്റ്റർ, രാവിലെ പിന്നെ എന്റെ കൈ കാല് വരയ്ക്കാൻ തുടങ്ങി, തല കറങ്ങി വീഴും. ഞാൻ പറഞ്ഞ 5 മാസം പ്രഗ്നന്റ് ആയിരുന്ന ഒരു വ്യക്തിയെ നിങ്ങളോട് പറയുന്നത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപവസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, അത്രയ്ക്ക് എന്റെ ശരീരം വീക്കാം. എന്നാൽ നെക്സ്റ്റ് ഡേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛാ ദൈവം എന്നോട് ഉപവസിക്കാൻ പറഞ്ഞു. അച്ഛൻ ഉപവസിക്കാൻ പറഞ്ഞോ? എങ്ങനെ? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല, കർത്താവ് കൃപ തരും.
ഞാൻ ചുരുക്കോ പെട്ടെന്ന് ഞാൻ ദൈവസന്നിധി ഉപവസിക്കാൻ തീരുമാനമെടുത്തു ദൈവമക്കളെ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉപവസിക്കാൻ തീരുമാനമെടുത്ത് രാവിലെ എഴുന്നേറ്റ് വരും. ആദ്യത്തെ സിമ്പിൾ, രാവിലെ എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് വരികയും എനിക്ക് തല കറങ്ങാൻ തുടങ്ങി, എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി, ഞാൻ വീഴാൻ വേണ്ടി പോകും. ഓടി വന്ന് എന്റെ ഹസ്ബൻഡ് പിടിച്ചു, എന്നെ സോഫയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ശരിക്കും നിനക്ക് ഫാസ്റ്റിംഗ് ഇരിക്കണോ? അപ്പം എനിക്ക് ഞാനിത് പറഞ്ഞത് ആത്മീക മണ്ഡലത്തിലാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ കടന്നു പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എത്ര വിശ്വസിക്കാൻ എനിക്ക്, പക്ഷേ ഐ ഹാവ് ഗോൺ ത്രൂ ഇറ്റ്. എന്റെ പെയിൻ എനിക്കേ അറിയത്തുള്ളൂ. ഞാനിത് എന്റെ ഹസ്ബൻഡ് ഇത് പറയുമ്പോൾ എനിക്ക് ആത്മമണ്ഡലത്തിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് പിശാച് പറയുന്നത്, നീ ഇപ്പൊ ഫാസ്റ്റിംഗ് ഇരുന്നാണ്ടല്ലോ നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും, നീ ഇപ്പൊ കുഞ്ഞിന് വേണ്ടി കൂടെ ഭക്ഷണം കഴിക്കും, നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും എന്നുള്ള വാക്ക് എനിക്ക് ഇങ്ങനെ കേൾക്കാം. ഇത് നെഗറ്റീവ് ആണെന്നറിയാം, ദൈവം പറഞ്ഞ വാക്കും എനിക്കറിയാം. ഉപവസിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ നിനക്ക് നിന്റെ തലമുറയെ കിട്ടത്തുള്ളൂ. അപ്പൊ തന്നെ പിശാച് പറയാം, ബുദ്ധി എന്നോട് വിളി പറയാം, ബുദ്ധി കുഞ്ഞുങ്ങളാവരുത്. ദൈവം ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഇതെല്ലാം എന്റെ ഒരു സൈഡിൽ വരുക. പെട്ടെന്ന് ഞാൻ ചെയ്തൊരു കാര്യം ഇങ്ങനെയാണ്. ഞാൻ ദൈവസന്നിധിയിൽ എന്റെ ജീവിതത്തിൽ കർത്താവ് പറയുന്നതിന്റെ മഹത്വം മനസ്സിലായത്. ഞാൻ ഒരു കൈ, എനിക്ക് കൈ ഉയർത്താനുള്ള ശക്തിയൊന്നുമില്ല, വളരെ കുഴഞ്ഞിരിക്കുന്നത്, പക്ഷെ ഒരു കൈ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തിട്ട് ഉറക്കെ എന്റെ ഉള്ള ശബ്ദം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അച്ചച്ച, ഇന്ന് തൊട്ട് ദൈവം പറഞ്ഞതുപോലെ ഞാൻ ഉപവസിക്കും, ഉപവസിച്ച് പ്രാർത്ഥിച്ച് എന്റെ വാക്തത്വത്തെ ഞാൻ പിടിച്ചെടുക്ക തന്നെ ചെയ്യും. ഇത് പറയുകയും എന്റെ ശരീരത്തിലേക്ക് ഒരു ദൈവശക്തി വ്യാപരിച്ചു. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ശത്രു തല താഴ്ത്തി പോകുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വാ തുറന്ന് ചിലത് ആത്മാവി പറയുമുണ്ടല്ലോ, ഇവൻ പത്തി മടക്കി പോവുക തന്നെ ചെയ്യും. പക്ഷെ നമ്മളുണ്ടല്ലോ, അവൻ പറയുന്നു ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ കൂടെ ഇരിക്കും വന്നു, പിന്നെ അവൻ കൂടുതൽ ആലോചന പറഞ്ഞു തരും. മനസ്സിലായോ? ഞാൻ അച്ഛനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തരാൻ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ഓടിപ്പോയി വെള്ളം എടുത്തു വന്നു, പ്രാർത്ഥിച്ചു, എനിക്ക് തന്നു. ദൈവകൃപയാൽ ആദ്യത്തെ ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു 1 മണി വരെ. അപ്പം രാത്രി ഒരു 9 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം 1 മണിക്കാണ് കഴിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 14-15 മണിക്കൂർ എന്റെ വയറ്റിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ ചുരുക്കുക. അങ്ങനെ ദൈവകൃപയാൽ ഡെലിവറിയുടെ അന്ന് വരെ, ഞാൻ ഡെലിവറി ചെയ്യുമ്പോഴും ഫാസ്റ്റിങ്ങോടെയാണ് പ്രസവിക്കുന്ന കുഞ്ഞിനെ. അപ്പം നടന്നൊരു കാര്യം, 5-ാം മാസം തൊട്ട് ഫാസ്റ്റിംഗ് 1 മണി വരെ നടന്നൊരു കാര്യം, ഈ സമയത്ത് ഇടയ്ക്ക് പിശാച് കൊണ്ട് തോട്ട് തരും, നീ ചെക്കപ്പിനോ പോകുന്നില്ല, നിന്റെ വെയിറ്റ് എങ്കിലും നീ ചെക്ക് ചെയ്യും. ശരിയല്ലേ? വെയിറ്റ് ചെക്ക് ചെയ്യണം. കാരണം എല്ലാ ചെക്കപ്പിനും പോകുമ്പോൾ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യും, കുഞ്ഞ് വളരുന്നുണ്ടോന്ന് അറിയാം. ഞാൻ സെപ്റ്റംബർ തൊട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടത്തെ വെച്ചാൽ ഞാൻ പറയുന്നത് 130 പൗണ്ട്സ് ആയിരുന്നു ഞാൻ. എല്ലാ മാസവും ഞാൻ ചെക്ക് ചെയ്യുമ്പോഴും ഞാൻ 130 പൗണ്ടാണ്. ഡിസംബർ ആയി, അതായത് 8-ാം മാസമായി, 8-ാം മാസത്തിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴും 130 പൗണ്ട്സ്. ഈ ഓരോ വട്ടം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്ത് വന്നിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ സംശയം കയറാൻ തുടങ്ങി. കർത്താവേ, എന്റെ കുഞ്ഞ് വളരുന്നില്ലേ? ഞാൻ ആദ്യം ഓർത്ത് വെയിറ്റ് മെഷീന്റെ പ്രോബ്ലം ആണ്. വേറൊരു വീട്ടിൽ പോയി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 130. അതിന്റെ അർത്ഥം 1 ഗ്രാം പോലും ഞാൻ കൂടുന്നില്ല. അപ്പൊ ഡൗട്ട് വരാൻ തുടങ്ങി, അയ്യോ എന്റെ കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്, എന്റെ കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ഉള്ളിൽ ഡൗട്ട് വരുന്നു. അപ്പൊ തന്നെ ഞാനൊരു അൾട്രാസൗണ്ട് ചെയ്യുന്നില്ല, എന്റെ കുഞ്ഞ് ഹെൽത്തി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കാണാതെ വിശ്വസിക്കാന്ന് കേട്ടിട്ടുണ്ടോ? കാണാതെ വിശ്വസിക്കുക. ഞാൻ ഇത് പറയുന്നത്, ഹോസ്പിറ്റലിൽ പോകാം, പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, ഡെലിവറിക്ക് വന്നാൽ മതി, കാരണം നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് യു ആർ ഹൈ റിസ്ക്, 30 വീക്സ് കഴിഞ്ഞു. എനിക്ക് എന്റെ മുമ്പിൽ എല്ലാ അസാധ്യതകളും. കൂടെ എന്റെ മമ്മി കൂടെ എന്ന് പറഞ്ഞു, മോനെ, നിങ്ങളെ 4 പേരെ ഞാൻ പ്രസവിച്ചപ്പം ഒരു ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ടില്ല, ഒരു അൾട്രാസൗണ്ട് ഞാൻ എടുത്തിട്ടില്ല, വീട്ടിലാ പ്രസവിച്ചത്, വിശ്വാസത്തോടുകൂടാ പ്രസവിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ജേർണിയിൽ ദൈവം നിന്റെ കൂടെയുണ്ട്. ഞാൻ വിശ്വസിച്ചു ദൈവമക്കളെ. സംശയങ്ങൾ വരുമ്പോഴെല്ലാം വചനം പറയാൻ തുടങ്ങി. ആ സമയത്ത് എന്നെ ദൈവം ഹെൽപ്പ് ചെയ്ത വചനമാണ് സാംസ് 91, 91-ാം സങ്കീർത്തനം. അതായത് ഓരോ വട്ടം ശ്വാസം എടുക്കണമെങ്കിലും ഞാൻ 91-ാം സങ്കീർത്തനം പറഞ്ഞാലേ എനിക്ക് ശ്വാസം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ എത്ര വട്ടം 91-ാം സങ്കീർത്തനം പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ 91-ാം സങ്കീർത്തനം പറഞ്ഞ വ്യക്തി ചിലപ്പം ഞാനായിരിക്കും. ഒരു ദിവസം 100 വട്ടമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഓരോ വട്ടം ശ്വാസം എടുക്കണമെങ്കിലും ഞാൻ 91-ാം സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഏത് വചനം വരുമ്പോഴാണ് എനിക്ക് ശക്തി എന്നറിയോ? എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് എന്നോട് അടുത്ത് വരത്തില്ല. അപ്പൊ ഞാൻ വചനം പറയുന്നത് ഇങ്ങനെയാ, അക്സയുടെ വശത്ത് 1000 പേരും അക്സയുടെ വലത്ത് വശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് അക്സയോട് അടുത്ത് വരത്തില്ല. അതിന്റെ അർത്ഥം എന്റെ ചുറ്റും 1000 പേര് മരിച്ചേക്കാം, 10,000 പേർക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ അത് അക്സയോട് അടുത്ത് വരത്തില്ല. എന്നിട്ട് ഞാൻ എന്നും ക്ഷീണം വരുമ്പോൾ, ഡൗട്ട് പിശാച് കൊണ്ട് ഇടുമ്പോൾ ഞാൻ ഉറക്കെ കൈ ഉയർത്തിട്ട് പറയും, ഞാൻ എന്റെ വാക്തത്വത്തെ പ്രാപിക്ക തന്നെ ചെയ്യും. ചില ദിവസം കുഞ്ഞിന് അനക്കം കുറവാണ്. അനക്കം കുറയുമ്പോൾ സംശയം ശരിക്കും അങ്ങോട്ട് ഇരട്ടിക്കും. എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, നീ ഇനി വെയിറ്റ് ചെക്ക് ചെയ്യുന്നു. ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തു. വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്തൊരു കാര്യം, പിന്നെ വെയിറ്റിന്റെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അങ്ങനെ ജാനുവരി 19-ാം തീയതി വന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ നടന്നത് പെട്ടെന്ന് പറയാം. ദൈവം എനിക്ക് എന്റെ മോനുള്ള പേര് നേരത്തെ തന്നു. അപ്പൊ എല്ലാവരും എന്റെ ചർച്ചിലുള്ളവർ ചോദിക്കുന്നുണ്ട്, സിസ്റ്റർ പേരിട്ടോ കൊച്ചിന്? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
അപ്പം എനിക്ക് ഈ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ ബെസലേൽ എന്നുള്ള പേര് എനിക്ക് വന്നായിരുന്നു, ബെസലേൽ. അപ്പൊ ഞാൻ ഓർത്ത് ബെസലേൽ. അപ്പം എന്റെ ആഗ്രഹം ഫെയ്ത്ത് സൺ എന്ന് പേരിടണമെന്നായിരുന്നു, വിശ്വാസത്തിന്റെ മകൻ എന്ന് പേരിടണമെന്നായിരുന്നു. എന്റെ ആദ്യത്തെ മോന്റെ പേര് പ്രൈസൺ, പ്രാർത്ഥനയുടെ മകൻ. അപ്പൊ ഇതിന്റെ ആഗ്രഹം ഫെയ്ത്ത് സൺ എന്ന് ഇടണമെന്നായിരുന്നു. അപ്പൊ ഞാൻ ഫെയ്ത്ത് സൺ, ബെസലേൽ, മാത്യു എന്നൊക്കെ പേരൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ദൂത് പറഞ്ഞൊരു അമ്മച്ചിയില്ലേ പരിശുദ്ധാത്മാവിൽ, ആ അമ്മച്ചിയോട് പരിശുദ്ധാത്മാവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കുഞ്ഞിന്റെ പേര് യോവേൽ എന്നായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിച്ചു കൊച്ചിന്റെ ജെൻഡർ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇത് ആൺകൊച്ചാണ്, കാരണം പേരിട്ട് വെച്ചേക്കുമല്ലേ, കൺഫർമേഷനാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ രീതി അനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ ക്രമീകരിക്കണം. ഞങ്ങൾ മെയിൻ അൾട്രാസൗണ്ട് അല്ല, ജസ്റ്റ് ജെൻഡർ മാത്രം അറിയാൻ വേണ്ടി ഒരു അൾട്രാസൗണ്ട് ഉണ്ട് ഇവിടെ. ഞങ്ങൾ അത് മാത്രം ചെയ്തു, ജെൻഡർ മാത്രം പറഞ്ഞു, ആൺകൊച്ച് കൺഫേം ചെയ്തു, ആൺകുഞ്ഞ, പേരും ഇട്ടു, ഇരിക്കുക. അപ്പം നവംബർ 13-ാം തീയതി രാവിലെ എന്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ യോവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കണം. അപ്പൊ ഞാൻ 5-ാം മാസം തൊട്ട് യോവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നുണ്ട്. പക്ഷെ മമ്മിക്ക് പറ്റിയൊരു അബദ്ധം, മമ്മി എന്നോട് ഈ പേരിന്റെ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ യോവേൽ എന്നും വായിക്കുന്നുണ്ട്, യോവേൽ വായിച്ചു പോയി. പക്ഷേ മമ്മി ഇത് പറയുന്നുണ്ടെങ്കിൽ പേര് പറയാൻ മറന്നുപോയിട്ട് ഒരു ദിവസം മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി കുഞ്ഞിന് പേരിട്ട് കേട്ടോ, എന്തോ ഫെയ്ത്ത് ആൻഡ് ബെസലേൽ മാറ്റി. മമ്മി പറഞ്ഞു, അയ്യോ മോനെ ഫെയ്ത്ത് അല്ല യോവേൽ. ഞാൻ പറഞ്ഞു യോവേലോ? അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിന് ഇംഗ്ലീഷ് ജോയൽ എന്നോ. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഓൾറെഡി 4 ജോയലുമാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ജോയൽ ഒരു കോമൺ നെയിം, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് ഫെയ്ത്ത് എന്നുള്ള പേരിടണം. മമ്മി പറഞ്ഞു നോ, കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിക്കണം. മനസ്സിലായോ? കർത്താവ് നമ്മുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാതിനും അവനെ പേര് ചൊല്ലി വിളിച്ചവനല്ലേ. ഇപ്പൊ കർത്താവിന്റെ ഉള്ളിലെ പേരെന്താന്ന് ഓൾറെഡി കർത്താവിനറിയാം. കർത്താവ് ഓൾറെഡി എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഡൗട്ട്. ഇനി ഞാൻ പറയുന്നത് കേട്ടോണേ. പേരിന്റെ കാര്യം വന്നപ്പോൾ അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു എന്റെ മമ്മി ജോയലോ, എനിക്ക് ജോയൽ പറ്റത്തില്ല, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. അപ്പൊ അന്ന് രാവിലെ കേൾക്കണം, ഡെയിലി ഞാൻ വായിക്കുന്ന വചനമാ, ഇങ്ങനെ പുതിയ നിയമം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് രാവിലെ ഞാൻ വായിക്കേണ്ടത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. അപ്പൊ ഞാൻ മമ്മിയോട് സംസാരിച്ചു കഴിഞ്ഞ് മോനെ സ്കൂളിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടാണ് എന്റെ പ്രാർത്ഥനാ ടൈം. അപ്പൊ പോയി കുഞ്ഞിനെ കൊണ്ട് വിട്ടു, തിരിച്ചു വന്നു. ഞാൻ പ്രാർത്ഥനാ മുറി കയറി വചനം വായിക്കാൻ വേണ്ടി ബൈബിൾ തുറന്നു. ഇന്ന് വായിക്കേണ്ടത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായമാണല്ലോ. വായിക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അങ്ങ് എന്നോട് പറഞ്ഞു യോവേൽ എന്ന് പേരിടാൻ, ഞാൻ യോവേൽ എന്ന് പേരിടാം, പക്ഷെ ഇന്ന് വായിക്കുന്ന വചനത്തിൽ നിന്ന് എനിക്ക് കൺഫർമേഷൻ തരണം, അതാ വേറെന്ന്. ദൈവക്കളെ, നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴല്ലോ, കർത്താവ് ഭയങ്കര, ഞാൻ പറഞ്ഞു കർത്താവ് ടെസ്റ്റ് തന്ന ക്വസ്റ്റിന് ആൻസർ ഉണ്ട് കേട്ടോ, ദൈവം തരും അത്. അപ്പം എന്റെ വിചാരം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് ഞാൻ അപ്പൊ ഓൾറെഡി അറിയാലോ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ലേ. അപ്പൊ ഞാൻ യോവേൽ എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കർത്താവ് ഇന്ന് എന്നോട് സംസാരിച്ച ഞാൻ ആ പേര് തന്നെ ഇടും, ഒരു മാറ്റമില്ല. ഞാൻ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം കൊണ്ട് വായിക്കാൻ തുടങ്ങി. വായിച്ച് വന്നപ്പോ ദാണ്ട് അതിനകത്ത് യോവേൽ എന്ന് തന്നെ എഴുതിയേക്കും. എവിടാ? പത്രോസ് എഴുന്നേറ്റ് നിന്ന് ജനത്തോട് പറയുക, നിങ്ങൾക്കറിയില്ലേ യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ. ഞാൻ അവിടെ കരഞ്ഞു ദൈവമക്കളെ. ഈ മുറിയാ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന മുറി, എന്റെ പ്രാർത്ഥനാ മുറിയാ. ഈ മുറി കിടന്ന് ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ ഇനി ഞാൻ സംശയിക്കത്തില്ല, എന്റെ കുഞ്ഞിന്റെ പേര് യോവേൽ എന്ന് തന്നെയാ, ജോയൽ അല്ല യോവേൽ. അങ്ങനെ ഞാൻ യോവേൽ ബെസലേൽ മാത്യു എന്നുള്ള പേരെഴുതി എന്റെ ബൈബിളിൽ വെച്ചു, പേര് കൺഫേം ചെയ്തു, ഞാൻ എന്റെ അച്ഛനെ അറിയിച്ചു. അങ്ങനെ ദൈവകൃപയാൽ ജാനുവരി 19-ാം തീയതി പരിശുദ്ധ, ഞാൻ പറഞ്ഞു എനിക്ക് അൾട്രാസൗണ്ട് ഇല്ല, ഇതൊന്നും അറിയാത്തതുകൊണ്ട് എപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അറിയില്ല. പക്ഷെ 19-ാം തീയതി ആരാധനയ്ക്ക് ഞാൻ പോയി. ആരാധനയിൽ ദൈവദാസൻ ഈ വചന പ്രസംഗിച്ചത്, സങ്കീർത്തനങ്ങൾ 46 പ്രസംഗിച്ചു. ദൈവം നിന്റെ മധ്യമുണ്ട്, നീ കുലുങ്ങി പോകില്ല, ദൈവം അധികാലത്തെ നിന്നെ സഹായിക്കും. ഞാൻ ആ വചനം ഏറ്റെടുത്തു. ഉച്ച കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ ഉള്ളി പറയാൻ തുടങ്ങി, നീ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല അന്ന് ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ കിട്ടത്തില്ലെന്ന്. അവര് പറഞ്ഞു നീ ഡെലിവറിക്ക് വന്നാൽ മതിയെന്ന്. അതുകൊണ്ട് വൈകിട്ട് രാത്രി ആയപ്പോൾ എല്ലാം ഒരു ദൈവത്തിന്റെ ഒരു കണക്ഷൻ ഞാൻ നോക്കുമായിരുന്നു. ഞാൻ പോലും പറയാത്ത ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ 10:30 വന്നു. രാത്രി വന്നു, അവര് പ്രാർത്ഥിച്ചിട്ട് പോയി. 10:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ മമ്മിയുടെ അടുത്താക്കിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ദൈവകൃപയാൽ അവിടെ ചെന്നു. അപ്പോഴാണ് അവിടെ ചെക്ക് ചെയ്യുന്ന ഡോക്ടറിനോട് ചോദിച്ചു, നിന്റെ ഡോക്ടർ ആരാ? ഡോക്ടർ ഇല്ല. അൾട്രാസൗണ്ട് ചെയ്തു? ഇല്ല. അപ്പൊ അവരിങ്ങനെ എന്നെ അത്ഭുതത്തോടെ നോക്കുക, ഇതൊന്നും ഇല്ലേ? ഇല്ല. അതെന്താ? അപ്പൊ ഞാൻ കാരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു എന്നൊരു കാര്യം, ആദ്യം തൊട്ട് ടെസ്റ്റ് എല്ലാം ചെയ്യണം. അങ്ങനെ ആദ്യം തൊട്ട് ടെസ്റ്റ് എല്ലാം ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യണം. അൾട്രാസൗണ്ട് ചെയ്തിട്ട് ആദ്യം ഡോക്ടറിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ, നിന്റെ ആദ്യത്തെ കൊച്ചിന്റെ വെയിറ്റ് എത്രയായിരുന്നു? ദൈവമൊക്കെ അറിയാലോ, ഇത് കേട്ടാൽ ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്ന ടെൻഷൻ എന്തായിരിക്കും അറിയാം. കാരണം ഒന്നാമതേ ഞാൻ ഫാസ്റ്റിംഗ്. അപ്പൊ ഞാൻ ഓർത്ത് എന്ത് പറ്റി, രണ്ടാമത്തെ കുഞ്ഞിന് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? അപ്പൊ എന്റെ ഉള്ളിൽ പിശാച് ഡൗട്ട് കൊണ്ട് ഇടാൻ തുടങ്ങി, നോക്ക് നിന്റെ കുഞ്ഞിന് വെയിറ്റ് കുറവാ, കോംപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എനിക്ക് അപ്പൊ ഡൗട്ട് ഉണ്ട്, വെയിറ്റ് മാത്രമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചുരുക്കുക. പക്ഷെ ദൈവകൃപയാൽ അപ്പൊ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ടെൻഷൻ കയറുമ്പോൾ എന്റെ ബ്ലഡ് പ്രഷർ ഡൗൺ ആവും. എനിക്കറിയാം ബ്ലഡ് പ്രഷർ ഡൗൺ ആയി, എനിക്ക് ശ്വാസം മുട്ടൽ കൂടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആത്മാവി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ അവരോട് സംസാരിക്കുന്നില്ല, അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ കട്ടിലേക്ക് കടന്നുകൊണ്ട് അന്യഭാഷയിൽ കർത്താവെ എല്ലാ ഭയത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാനുള്ള കൃപ തരണം, കർത്താവ് പറഞ്ഞതുപോലെ അനുസരിക്കാനുള്ള കൃപ തരണം. അങ്ങനെ കാര്യം എനിക്ക് വേണ്ടി ഇറങ്ങണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ജാനുവരി 20-ാം തീയതി രാവിലെ 10:30 ആയപ്പോൾ കർത്താവ് എനിക്ക് സുഖകരമായ വിടുതൽ തന്നു. കുഞ്ഞ് പുറത്ത് വന്നു, എന്റെ ഹസ്ബൻഡ് അടുത്ത് നിൽക്കുക. കുഞ്ഞിനെ പുറത്തെടുത്തു. ഉടനെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, കൊച്ചിന്റെ വെയിറ്റ് എത്രയായിരിക്കും. എനിക്ക് നമ്മളെ ഡൗട്ട് അതാണല്ലോ, കാരണം ഉപവാസമായിരുന്നല്ലോ, ഫാസ്റ്റിംഗ്. ഡെലിവറി നടക്കുമ്പോഴും ഫാസ്റ്റിംഗ് രാവിലെ. പെട്ടെന്ന് ഞാൻ കേൾക്കുന്ന ഒരു സൗണ്ട്, എന്റെ ഡോക്ടർ പറയാ, ഓ വാവ്, ഹീസ് എ ബിഗ് ബേബി.
അപ്പൊ ഞാനിങ്ങനെ ബിഗ് ബേബിയോ, ഞാൻ ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ചോദിക്കും. എന്റെ ഹസ്ബൻഡ് ഓടി വന്ന് എന്റെ അടുത്ത് കയ്യെ പിടിച്ചിട്ട് പറയാം, നീ വിശ്വസിക്കുന്നില്ല, നല്ല തക്കട് ഒരു ബേബി അതിനെ കൊണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിച്ചു വാട്ട്? പെട്ടെന്ന് ഓടി വന്നൊരു ഡോക്ടർ പറയാ, യുവർ ബേബി ഈസ് 8 pounds 3 ounces. 3,800 ഉണ്ട് എന്റെ കുഞ്ഞ്, 3 കിലോ ലൈക്ക് 800 ഗ്രാം, അത് 4 കിലോയ്ക്ക് അടുത്ത്. ഞാൻ എന്റെ ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ 7 പൗണ്ടേ ഉള്ളൂ, എന്റെ ഈ കുഞ്ഞ് 8 പൗണ്ട് 3 ounce. ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഷോക്കായി പോയി. അവന്റെ മുഖം കണ്ടാൽ തന്നെ ഒരു വ്യത്യസ്തനാണ്. എന്റെ കുഞ്ഞിനെ കണ്ട് ഞാൻ കരഞ്ഞു പോയി. ഞാൻ അപ്പൊ കരഞ്ഞു. കാരണം കർത്താവ് വിശ്വസ്തനാണ്. മക്കളെ, കർത്താവ് അന്ന് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ദൈവം ചിലത് നിന്നോട് ചെയ്യാൻ പറയുമ്പോൾ മെഡിക്കൽ സയൻസ് നിന്നോട് പറയും നീ ചെയ്യരുതെന്ന് പറയും. കാരണം എന്താ? അത് നോൺസെൻസാ. ചിലത് പറയും. ഞാൻ എന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് എന്നാ പറഞ്ഞത്. മെഡിക്കൽ സയൻസിന്റെ മുഖത്ത് നമ്മൾ നോക്കും, നമ്മൾ ഈ ചെയ്യുന്ന കാര്യം നോൺസെൻസാ. എന്നോട് ഒരാൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ചോദിച്ചൊരു കാര്യം, ഞാൻ ഈ ടെസ്റ്റിമണി പറഞ്ഞപ്പോ, വാട്ട്, നീ ഫാസ്റ്റിംഗ് ഇരുന്നോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിനക്കറിയാവോ ലോ ബ്ലഡ് പ്രഷർ എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു? നിന്റെ കുഞ്ഞിനെ വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ ആരാ എന്റെ ഉദരത്തിൽ മെടഞ്ഞത്? കർത്താവാ. ഞാൻ കർത്താവിനോട് അന്ന് ചോദിച്ചു, അപ്പാ ഈ കുഞ്ഞിനെ എങ്ങനെ ഇത്ര ശക്തിയും ബലവും ഒക്കെ വന്നത്? അപ്പൊ കർത്താവ് എന്നോട് പറയുന്ന ഒരു വാക്ക്, ഞാനല്ലേ അവനെ നിന്റെ ഉദരത്തിൽ മെടഞ്ഞത്. നീ ഡൗട്ട് ഇല്ലാതെ എന്നെ വിശ്വസിച്ചില്ലേ? നീ ആ സ്റ്റെപ്പ് എടുത്തില്ലേ അനുസരിക്കാൻ? അന്ന് ഞാൻ നിർണയിച്ചു, എന്റെ മഹത്വം ഞാൻ ആ തലമുറയെ കൂടെ വെളിപ്പെടുത്തുന്നു. ദൈവമക്കളെ, എന്റെ ഡെലിവറി കഴിഞ്ഞ ഡോക്ടർ, ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. കർത്താവെ, എന്റെ ഡെലിവറി എടുക്കുന്ന എന്റെ റൂമിൽ ഒന്നെങ്കിൽ ഒരു നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ കർത്താവിനെ അറിഞ്ഞ അഭിഷേകം പ്രാപിച്ചതായിരിക്കും ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം, എന്റെ ഡെലിവറി എടുത്ത മിഡ് വൈഫ് പുള്ളിക്കാരി അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരി പിറ്റേ ദിവസം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, നീ അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു ഡെലിവറിയുടെ വേദനയുടെ സമയത്ത്. എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ അന്യഭാഷയല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അത് അപ്പൊ എനിക്ക് മനസ്സിലായി, നീ അഭിഷേകം പ്രാപിച്ചൊരു കൊച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, എന്റെ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു മിറക്കിൾ ടെസ്റ്റിമണി എന്റെ മുമ്പിൽ. കാരണം കർത്താവ് ഇവിടെ പറഞ്ഞല്ലോ, എന്റെ ജനം എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, ഞാൻ പറഞ്ഞില്ല മാനുഷികമായ പൊട്ടത്തരവാ, പക്ഷെ നിങ്ങളൊന്ന് അനുസരിച്ച് നോക്കിക്കേ, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ വിടുതൽ നടക്കും. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർക്ക് അതൊന്ന് വിശ്വസിക്കും? കർത്താവ് എന്നോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. ചിലപ്പോൾ ഉപവസിക്കാനായിരിക്കും. ദൈവമക്കളെ, എന്റെ മമ്മിയോട് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ദൈവാത്മാവ് പറഞ്ഞു, നീ ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കണമെന്ന്. മമ്മി 1 വർഷമായിട്ട് ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കുന്നത്, ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കുക. പക്ഷെ എന്റെ മമ്മിയെ കാണുന്ന എല്ലാവരും ചോദിക്കുന്നു, എന്റെ അമ്മാമ ഇത്ര എനർജി ഇടുന്ന, വീട്ടിലെ കാര്യം മൊത്തം ചെയ്യുന്നു, സെന്ററിന്റെ കാര്യം ചെയ്യുന്നു, ചർച്ചിന്റെ കാര്യം ചെയ്യുന്നു, ഓടി നടക്കുക, അതിന്റെ ഇടയ്ക്ക് അമേരിക്ക വരുന്നു, നാട്ടിൽ പോകുന്നു, തിരിച്ചു ചെയ്യുന്നു. പക്ഷെ എന്റെ മമ്മിയുടെ, ഞാനത് കാണുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ അത് എന്റെ വിശ്വാസം വർദ്ധിക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മളോട് ദൈവം ഒരിക്കലും ദോഷത്തിനൊന്നും ചെയ്യും. കാരണം ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഉപവസിക്കാൻ കർത്താവ് പറയുന്നുണ്ടെങ്കിൽ ഇതാരാ പറയുന്നത്? എന്റെ സൃഷ്ടാവാ എന്നോട് പറയുന്നത്, അല്ലേ? എന്റെ സൃഷ്ടാവിനറിയാം സൃഷ്ടിയെ എങ്ങനെ പോറ്റി പുലർത്തണമെന്ന്, സൃഷ്ടിക്ക് എങ്ങനെ ബലം കൊടുക്കണമെന്ന്, ആരോഗ്യം കൊടുക്കണമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ചില വിഷയങ്ങളുടെ മേൽ ദൈവമഹത്വം. അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ജാനുവരി 1-ാം തീയതി എന്റെ നാട്ടിൽ, ഞാൻ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചെയ്യുന്ന അറിയത്തില്ല, ഈ നാട്ടിൽ ആണ്ടർജീവത്തിന് കുറിവാക്യങ്ങൾ എടുക്കും. അല്ല, എന്റെ വീട്ടിൽ, എന്റെ നാട്ടിൽ എന്റെ പപ്പ ഞങ്ങളുടെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ കുറിവാക്യം ഞാൻ പറഞ്ഞ ഇരമ്യാവ് 15:10. അത് എന്റെ ജീവിതത്തിൽ കറക്റ്റ് ആയിരുന്നു. ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും. എന്റെ ജീവിതത്തിൽ ഒന്ന് നടന്നു. ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയ കുറിവാക്യം ഭയങ്കര അത്ഭുതത്തിന്റെ കുറിവാക്യം. ഞാൻ എന്റെ അനിയത്തിയോട് പറഞ്ഞു, മോനെ എനിക്കുള്ള കുറിവാക്യം എടുത്ത് അയച്ചു തരണം. അപ്പൊ ഈ ബൈബിളിൽ വെക്കുന്ന നമ്മുടെ കാർഡ്സ് ആണല്ലോ എടുക്കുന്നത് വചനമായിട്ട്. നമ്മൾ റാൻഡംലി പിക്ക് ചെയ്യുക. ആർക്ക് വേണ്ടി നമ്മൾ അറിയത്തില്ല, ഇന്ന വചനം ഇന്ന ആൾക്കാന്ന് അറിയത്തില്ല. പോയി പിക്ക് ചെയ്യുമ്പോൾ എന്റെ പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു വചനം എടുത്ത് എന്റെ അനിയത്തിലേക്ക് കൊടുത്തു. അവൾ എനിക്കത് അയച്ചു തന്നു. ആ വചനം ഇതായിരുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ കർത്താവിനറിയാം എനിക്ക് ബലഹീനതയുണ്ട് എന്റെ ശരീരത്തിൽ നിന്ന്. എനിക്ക് അത്രയും ബലമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഫാസ്റ്റിംഗ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ ആ ഒരു സ്ട്രഗിൾ ഒക്കെ എന്റെ, ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ഒരു ആത്മീക പോരിക്കൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ഡെലിവറി കഴിഞ്ഞു, എന്നെ ദൈവം പൂർണ്ണമായിട്ട് വിടുവിച്ചു. അതിന്റെ അർത്ഥം ഈ കുഞ്ഞ് പുറത്ത് വരാതിരിക്കാൻ ശത്രു കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ആശുപത്രി പോയിരുന്നെങ്കിൽ, ദൈവം പറഞ്ഞതിനെതിരെ ആശുപത്രി എനിക്കറിയാം എന്ത് സംഭവിക്കുന്നത്. അവര് പല ടെസ്റ്റും റൺ ചെയ്യും, എന്തെങ്കിലും ഒരു മെഡിസിൻ ആയിരിക്കും കുത്തിവെക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യും. ഈ കുഞ്ഞിന് വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അവർ പറയും. 100% പല കാര്യങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയേനെ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നോ, യു ട്രസ്റ്റ് മീ, യു ഒബേ മീ. ദൈവമക്കളെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുക. എന്റെ ഈ ടെസ്റ്റിമണി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, കുഞ്ഞിനെ അങ്ങ് കൈ തന്നു. യോവേൽ ബെസലേൽ മാത്യു, കർത്താവ് തന്ന ദാനമായി കുഞ്ഞ്. കർത്താവ്, കഴിഞ്ഞ ഒരു വർഷം ഞാൻ കടന്നുപോയ ഈ ടെസ്റ്റില് ദൈവത്തിന് എന്താണ് ഉദ്ദേശം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ സാക്ഷ്യം ഈ പുതിയ അമ്മമാർക്ക്, ഈ കാലഘട്ടത്തിലെ അമ്മമാർക്ക് ഇതൊരു പുതിയ വാക്തത്വമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കർത്താവേ? ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ, തലമുറയെ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ, ഗർഭിണികളായിരിക്കുന്നവർ, നിങ്ങൾ ഒരു കാര്യം കേൾക്കണം. ഞാൻ ഈ കഷ്ടതയിൽ കൂടെ പോയപ്പോൾ ഞാൻ കർത്താവിനെ ചോദിച്ചു, കർത്താവ് എന്നോട് വ്യക്തമായി സംസാരിച്ചൊരു ദൂതിനി ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുക. കർത്താവ് പറഞ്ഞത്,
മോശയുടെ കാലഘട്ടത്തിൽ മോശ ജനിക്കാൻ നേരത്തെ യോക്കേബേദിന് ഇതുവരെ അനുഭവിക്കാത്ത കഷ്ടത, അഹരോനെ കൊണ്ടുപോയി നടന്നപ്പോൾ അനുഭവിക്കാത്ത കഷ്ടത, മിരിയാമിനെ ഗർഭിണിയായിരുന്നപ്പോൾ അനുഭവിക്കാത്ത കഷ്ടതയാണ് മോശയെ വന്നപ്പോൾ അനുഭവിച്ചത്. കർത്താവ് അവനോട് പറഞ്ഞു, ആ കാലഘട്ടം ഇന്ന് ആരംഭിക്കുക. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ ഒരു ഫറവോനിയ അടിമത്വത്തിലായിരിക്കുന്ന ഒരു ജനറേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഉണ്ടാകുന്ന തലമുറകളൊന്നും ഈസി ആയിട്ട് കിട്ടുമെന്ന് ഒരു മാതാക്കളും ചിന്തിക്കരുത്. നിന്റെ മേലൊരു വാഗ്ദത്ത സന്തതിയാണെങ്കിൽ നീ ഉപവസിക്ക തന്നെ ചെയ്യണം, നീ പ്രാർത്ഥിക്ക തന്നെ ചെയ്യണം. മറിയ ഇരുന്നത് പോലെ, എലിസബത്ത് ഇരുന്നത് പോലെ, യോക്കേബേദ് ഒളിച്ചു പാർത്തതുപോലെ അത്യുന്നതന്റെ മറവിൽ ഒളിച്ചു പാർത്ത് വേണം നിന്റെ തലമുറയെ നീ നേടിയെടുക്കാൻ. അതുകൊണ്ട് പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ചില ഡോക്ടേഴ്സ് പറയും, അയ്യോ കുഞ്ഞിനെ കളയണം, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞതാ. ആ സിസ്റ്റർ എനിക്ക് വേണ്ടി ഒരു വർഷത്തിന് മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ ഞാൻ അൾട്രാസൗണ്ടിൽ പോയി, എന്റെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റില്ല, കുഞ്ഞിനെ കളയണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തു കുഞ്ഞിനെ കളയാനെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവരോട് പറയണം കളയരുത്, ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവിക പദ്ധതി ഉണ്ടെന്ന്. ഞാൻ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ നോന്നാ കർത്താവ് പറയുന്നത്, കളയരുതെന്ന കർത്താവ് പറയുന്നത്, ഇതിനൊരു മഹത്വം ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററാണ്. ദൈവകൃപയിൽ അത് ഏറ്റെടുത്തു. ദൈവമക്കളെ പ്രാർത്ഥിച്ചു, അവർ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. നെക്സ്റ്റ് അൾട്രാസൗണ്ട് ചെയ്യുന്നപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, കുഞ്ഞിന് ഹാർട്ട് ബീറ്റിന് ഒരു പ്രശ്നവും ഇല്ല. ദൈവമക്കളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് ആ കുഞ്ഞിനെ കളഞ്ഞിരുന്നെങ്കിലോ? ഡോക്ടർ പറയുന്ന കേട്ട് കളഞ്ഞിരുന്നെങ്കിലോ? ദൈവമക്കളെ, അതാ ഞാൻ പറഞ്ഞു, ഇന്നത്തെ മെഡിക്കൽ സയൻസ് നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളങ്ങ് ഡിസിഷൻ എടുക്കുക. എന്നാൽ നിങ്ങൾ എത്ര പേര് ആ ഡിസിഷനുമായിട്ട് ദൈവസന്നിധി ചെന്നിട്ടുണ്ട്? അപ്പ എന്നോട് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, എന്റെ പ്രഗ്നൻസിയിൽ ഇങ്ങനെയാ പറയുന്നത്, എന്റെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ആ പറയുന്നത്, വാട്ട് ഷുഡ് ഐ ഡു? ദൈവം പറയുക, നീ ഞാൻ പറയുന്നത് അനുസരിച്ച്. ചിലപ്പോൾ ഉപവസിക്കാൻ പറയും, യു ഡു ഇറ്റ്. പ്രാർത്ഥിക്കാൻ പറയും, യു ഡു ഇറ്റ്. ഈ പ്രാവശ്യം ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഈ 3 മാസത്തിൽ എന്നെ ഒരു സിസ്റ്റർ വിളിച്ചു UK ന്ന്. റാൻഡംലി എന്നോട് പറയാ, സിസ്റ്റർ ഐ ആം പ്രഗ്നന്റ്, പ്ലീസ് പ്രേ ഫോർ മീ. സാധാരണ ഞാൻ കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നിർത്തുന്നതാണ്. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, എന്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് എന്റെ ടെസ്റ്റിമണി, സിസ്റ്ററെ ഇന്നതൊക്കെ ഞാൻ കടന്നുപോയത്, ഇങ്ങനെ ഉപവാസത്തിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. ടെസ്റ്റിമണി കേട്ടിട്ട് ഉടനെ ആ സിസ്റ്റർ എനിക്കൊരു വോയിസ് തിരിച്ചയച്ചു. ആ വോയിസ് തുടങ്ങുന്നത് തന്നെ കരഞ്ഞിട്ട് ആ സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യം, സിസ്റ്ററെ ഞാന് സിസ്റ്റർ കടന്നു പോകുന്നു അതേ സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. എനിക്കും ശ്വാസമുട്ടല. എന്റെ 3ാമത്തെ കുഞ്ഞ, ആദ്യത്തെ 2 പ്രഗ്നൻസിക്ക് ഇല്ലാത്ത കോംപ്ലിക്കേഷൻസിലൂടെ ഇന്ന് ഞാൻ കടന്നു പോകുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇൻഷുറൻസ് പ്രശ്നമാ. എല്ലാം ഞാൻ കടന്നു പോയത്, എല്ലാ സിസ്റ്റർ കടന്നു പോകുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാവുന്നു. അപ്പൊ കർത്താവ് എന്നോട് ഉപവസിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഉപവസിച്ചിട്ടില്ല. ഇത്രയും മാസമായിട്ട് ഉപവസിച്ചില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ അക്സ സിസ്റ്ററോട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയും. സിസ്റ്റർ എനിക്ക് മെസ്സേജ് ഇടുന്നതിനകത്തോ വോയിസ് ഇടുന്നതിനകത്തോ ഫാസ്റ്റിംഗ് എന്നൊരു വാക്ക് വന്നാൽ അതിന്റെ അർത്ഥം ദൈവം തന്നെ എന്നോട് വീണ്ടും ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറയുക, ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നോളാം. പക്ഷെ എന്റെ ടെസ്റ്റിമണിക്കകത്ത് മൊത്തം ഫാസ്റ്റിംഗ് അല്ലേ. സിസ്റ്റർ പറഞ്ഞു, ദൈവം കൺഫർമേഷൻ തരുന്ന ഇങ്ങനെ സിസ്റ്ററെ, ഞങ്ങൾ അതുപോലെ വളരെ ബുദ്ധിമുട്ടില്ല ഞങ്ങൾ കടന്നു പോകുന്നത്, ഞാൻ ഇരിക്കാൻ തയ്യാറാ. ആ സിസ്റ്റർ ഇപ്പോൾ ഫാസ്റ്റിംഗില്ല. ഞാനിത് പറയുന്നതിന്റെ സാരം, നിന്നെ ചില കഷ്ടതയെ കൂടെ ദൈവം കടത്തിവിടുന്നത് അടുത്തൊരു ജനറേഷന് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ. മറിയയും എലിസബത്തും ഒളിച്ചു പാർത്തതും യോക്കേബേദ് മോശയെ ഒളിപ്പിച്ചു വെച്ചതും എന്തിനീ വചനത്തിൽ എഴുതിയിരിക്കുന്നെന്ന് അറിയാമോ? ഇന്നത്തെ കാലത്തെ ചില മറിയമാരോട് ദൈവം പറയുക, നിന്റെ വാഗ്ദത്തത്തെ നീ കേട്ടിട്ട് വെറുതെ തള്ളിക്കളഞ്ഞാൽ പോരാ. പരിശുദ്ധാത്മാവല്ല ഗർഭം ധരിച്ചത്, പരിശുദ്ധാത്മാ ബാക്കി ചെയ്തോളൂന്നല്ല. നീ ചെയ്യേണ്ടത് ചിലതുണ്ട്. നീ ചില എലിസബത്തുമാരുടെ കൂടെ ഒളിച്ചു പാർക്കണം. നീ ചില എലിസബത്തുമാരുടെ കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. നിന്നോട് ഉപവസിക്കാനാ പറഞ്ഞത്, നീ ഉപവസിക്കണം. പ്രാർത്ഥിക്കാനാ പറയുന്നെങ്കിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിന്റെ തലമുറ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒളിച്ചു പാർക്കാനാ പറയുന്നതെങ്കിൽ, ഉപവസിക്കാനാ പറയുന്നതെങ്കിൽ, പ്രാർത്ഥിക്കാനാ പറയുന്നതെങ്കിൽ നീ അത് ചെയ്യാൻ തയ്യാറാവണം. കർത്താവ് പറയാ, നീ അനുസരിച്ചാൽ വേഗത്തിൽ ഞാൻ നിന്നെ വിടുവിക്കും. വേഗത കുറയുന്നുണ്ടെങ്കിൽ ഓർത്തോ, എവിടെയോ അനുസരണക്കേട് വന്നിട്ടുണ്ട്. അത് എവിടെയാന്ന് ചിന്തിക്കണം. ഞാൻ തുറന്നു പറയുക, അനുസരണക്കേട് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനം വലയാൻ കാരണം അനുസരണക്കേടാ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലയുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം, എവിടെയെങ്കിലും അനുസരണക്കേട് വന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന് പറയുന്നത്, ദൈവം പറയുന്നത് അനുസരിച്ചാൽ അത് എന്നേക്കും ഒരു മഹത്വമാണ്. എന്റെ ചർച്ചിലെ പല വിശ്വാസികളുണ്ട്. അവർ വന്ന് എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ ഇതൊരു ടെസ്റ്റിമണിയാ. ഹല്ലേലൂയ. എല്ലാ ടെസ്റ്റും ചെയ്തിട്ടും, എല്ലാ ചെക്കപ്പും ചെയ്തിട്ടും എത്രയോ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നുണ്ട് അനേക കോംപ്ലിക്കേഷൻസ് ആയിട്ട്. എന്നാൽ ദൈവമക്കളെ, ദൈവം പറയുന്നത് അനുസരിച്ചാൽ ഒരു അംഗവൈകല്യമില്ലാതെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണം. അൾട്രാസൗണ്ട് ചെയ്ത് നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ നിനക്ക് ഭയങ്കര വിശ്വാസമല്ലേ? പക്ഷെ കാണാതൊന്ന് വിശ്വസിച്ചേ, ഇതിന്റെ ഉദരത്തിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു അഭിഷക്തനാ, എന്റെ ഉദരത്തിൽ കിടക്കുന്നത് വാക്തത്വമുള്ളവനാ, അവൻ പുറത്തു വരിക തന്നെ ചെയ്യും. മോശയെ കൊല്ലാൻ ഫറവോൻ എത്ര പ്ലാൻ ചെയ്താലും മോശ കുഞ്ഞ് പുറത്തു വരിക തന്നെ ചെയ്യും. എന്ന് പരിശുദ്ധാത്മ ചിലരോട് പറയാ, നിന്റെ വാക്തത്വം തലമുറ മാത്രമല്ല, നിന്നോട് നിന്റെ ശുശ്രൂഷയെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചും ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ അത് പ്രാപിക്ക തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് വാക്തത്വമായിട്ട് തന്നിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാ നീ ആ വാക്തത്വത്തെ കാണുന്നത്? നടക്കുമായിരിക്കും എന്നല്ല, നടക്കും എന്നാ പറഞ്ഞത്.
മനസ്സിലാവുന്നുണ്ടോ? ആകയാൽ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ വചനം മറക്കരുത്. അതുകൊണ്ട് അവർ അവിടെ പറയുന്നു, എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. അപ്പൊ ദൈവത്തിന് വിഷമം. അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ആലോചന പ്രകാരം പൊക്കോളാൻ പറയും. അത് ചെന്നെത്തുന്നത് നാശത്തിലായിരിക്കും. എന്നാൽ അവിടെ 14 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കും, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കും. എപ്പോഴാ? അനുസരിക്കുമ്പോൾ, വാക്ക് കേട്ടനുസരിക്കുമ്പോൾ, ഒരു കാര്യത്തിൽ പോലും മാറ്റി നിർത്താതെ മുഴുവനായി അനുസരിക്കാൻ. ഇന്ന് എത്ര പേര് തയ്യാറാ? ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. അപ്പ അങ്ങ് പറയുന്നത് ചോദ്യം ചെയ്യാതെ. മനുഷ്യർക്ക് ചിലപ്പോൾ നിങ്ങളെ നോക്കി കളിയാക്കും. ഞാനത് അനുഭവിച്ച ആളാ. എനിക്ക് ടെസ്റ്റിമണി ചിലരോട് പറയാൻ പറ്റിയിട്ടില്ല. കാരണം പറയുമ്പോൾ അവർ കളിയാക്കിയിട്ടുണ്ട് എന്നെ. പൊട്ടത്തര അക്സ കാണിച്ചത്. പക്ഷെ പൊട്ടത്തരമല്ല, എന്റെ കൈ ഇരിക്കുന്ന കുഞ്ഞ് സാക്ഷിയാ ദൈവമക്കളെ. ഹല്ലേലൂയ. ചിലപ്പോൾ മാസങ്ങൾ കുഞ്ഞ് പുറത്തു വരുന്നിടം വരെ എനിക്ക് കാണിക്കാനൊന്നുമില്ല. കളിയാക്കുമായിരിക്കും. നിന്റെ വിശ്വാസ ജേണി ചിലപ്പോൾ മറ്റുള്ളവരുടെ കളിയാക്കലിന് മുമ്പിലായിരിക്കാം. എന്നാൽ കർത്താവ് പറയുക, വേഗത്തിൽ ക്രിയ ചെയ്ത് നിന്റെ തലമുറ പുറത്തു വരുമ്പോൾ, നിന്റെ വാക്തത്വം പുറത്തു വരുമ്പോൾ കണ്ടു നിന്നവർ പറയും, ഇതൊരു മഹത്വമാ, ഇത് ഒരു വലിയ വിടുതല. ദൈവത്തിന്റെ മഹത്വം ആ തലമുറയിൽ കാണും, നിന്റെ വിടുതലിൽ കാണും, നിന്റെ മക്കളിൽ, ഹല്ലേലൂയ, കുടുംബ പ്രശ്നങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടും, സാമ്പത്തിക വിടുതലിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, നിന്റെ ആത്മീക ജീവിതത്തിൽ ആളുമാറിയവരെ പോലെ നിങ്ങളായിത്തീരും. ആകയാൽ നമുക്ക് കർത്താവ് പറയുന്നത് അനുസരിക്കാം. മറുതലിക്കാതെ കർത്താവിന്റെ തലമുറകളായി, കർത്താവിന്റെ നല്ല മക്കളായി നമ്മളെ തന്നെ സമർപ്പിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവദാസനുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.